ജാറങ്ങള്, ദർഗകള്, ഉറൂസുകള്, അവിടെ ഇരിക്കുന്ന ബാബമാര്, ബേബിമാര്, അവിടെ നിന്ന് കിട്ടുന്ന ഉറുക്കി, ഏലസ്, കുപ്പി, തകിട് പോലുള്ള കാര്യങ്ങള്, ഇതൊക്കെ ദീനുൽ ഇസ്ലാമിന് ഒരു പരിചയമില്ലാത്ത സംഗതിയാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയാൻ കാരണം? അഥവാ അതൊക്കെ ഇസ്ലാമികമായിരുന്നുവെങ്കിൽ, അതൊക്കെ അഖീദയുടെ ഭാഗമായിരുന്നെങ്കിൽ, അതൊക്കെ ആദർശത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ, അങ്ങനെ ഇരിക്കാനും അങ്ങനെ ജാറങ്ങൾ നിർമ്മിക്കാനും 100% അർഹതയുള്ള മഹത്തുക്കളാണ് ആദ്യത്തെ 300 കൊല്ലക്കാലം ജീവിച്ചു മരിച്ചു പോയത്. ആദ്യത്തെ 300 കൊല്ലക്കാലം ഖുർആൻ അതിന് തെളിവാണ്. അവർ മഹത്തുക്കളാണ്, അവര് പരിശുദ്ധവാന്മാരാണ്, അവർ അല്ലാഹുവിന്റെ സാമീപ്യം കിട്ടിയ വലിയുകളാണ് എന്നതിന് ഖുർആൻ തെളിവാണ്. അല്ലാഹു പറഞ്ഞു, വമയുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീൻ വസ്സിദ്ദീഖീൻ വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖ. ആ കൂട്ടത്തിൽപ്പെട്ടവരാണ്. പക്ഷെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ആ 300 കൊല്ലക്കാലം ഈ രീതി നമ്മൾ കണ്ടിട്ടില്ല. അഥവാ ജാറങ്ങളിൽ ചെന്ന് അഭയം പ്രാപിക്കുന്ന രീതി, മരിച്ച മയ്യത്തുകൾക്ക് നമ്മുടെ ആവശ്യം അറിയാനും പൂർത്തിയാക്കി തരാനും സാധിക്കുന്നു എന്ന വിശ്വാസം, ജാറങ്ങളിൽ, ഉറൂസുകളിൽ ചെന്ന് നേർച്ച വഴിപാടുകൾ നടത്തിയാൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തിയായി കിട്ടുമെന്ന അന്ധവിശ്വാസം, ആ കിടക്കുന്ന മയ്യത്തുകള് നമ്മളുടെ ഉള്ളറിയുന്നവരാണ് എന്ന പരിപൂർണ അന്ധവിശ്വാസം ഇസ്ലാമിന് പരിചയമില്ലാത്ത സംഗതിയാണ്. ഞാൻ പരിശുദ്ധ ഖുർആനിൽ നിന്ന് ചില ഉദാഹരണങ്ങൾ പറയാം. അഥവാ അങ്ങനെ അറിയാനും ഇടപെടാനും ഉപകാരം ചെയ്യാനും ഉപദ്രവങ്ങളിൽ നിന്ന് കാവൽ തരാനും ഈ ജാറങ്ങളിൽ കിടക്കുന്ന, ദർഗകളിൽ കിടക്കുന്ന പുരോഹിത വർഗം കള്ളക്കഥകൾ കെട്ടിച്ചമച്ചു പറഞ്ഞ് ആളുകളുടെ മനസ്സിലിരുത്തിയിരിക്കുന്ന ഈ അന്ധവിശ്വാസം ശരിയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെന്ന പരിശുദ്ധനായ പ്രിയപ്പെട്ട പ്രവാചകൻ, ആ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവനോടെ, ഹയാത്തോടെ മക്കയിലും മദീനയിലുമായി ജീവിക്കുന്ന സന്ദർഭത്തില് 100 കണക്കിന് സഹാബാക്കള് വ്യത്യസ്തങ്ങളായ പ്രയാസങ്ങളിൽപ്പെട്ട്, വേദനകളിൽപ്പെട്ട്, ഹമ്മുകളിൽപ്പെട്ട് പരീക്ഷിക്കപ്പെട്ട കഥകള് ഹദീസിന്റെ കിതാബ് മുഴുവനുണ്ട്. അല്ലാഹുവിന്റെ റസൂല് ഹയാത്തോടെ ഉള്ള കാലം, അതായത് വഹി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സമയം, ജിബ്രീൽ വന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയം. പറഞ്ഞില്ലേ ആയിഷ റളിയല്ലാഹു തആല അൻഹ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൈബ് അറിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ, അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹു തആല അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഉദ്ധരിക്കുന്ന ഹദീസാണ്, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈബ് അറിയുമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അവൻ അല്ലാഹുവിന്റെ മേൽ കളവ് കെട്ടിച്ചമച്ച വിരോധിയാണ്, അവന്റെ ആദർശത്തിനോട് വഞ്ചന കാണിച്ചവനാണ്. വഹി ഇറങ്ങുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ജിബ്രീൽ വന്ന് സംസാരിക്കുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ദുനിയാവിൽ ഇനി അങ്ങനത്തെ ഒരു മനുഷ്യനെ ഒരു ഉമ്മയും പ്രസവിക്കൂല ഇലാ യൗമിൽ ഖിയാമ. അത്ര പരിശുദ്ധൻ. ജീവിതകാലത്തൊരിക്കലും സഹാബാക്കൾ വന്ന് അല്ലാഹുവിന്റെ റസൂലേ ഒരു ബുദ്ധിമുട്ടിങ്ങനെ ഉണ്ട്, അതൊന്ന് മാറ്റിത്തരണമെന്ന് പറഞ്ഞിട്ടില്ല, പറയൂല. അത് ഇസ്ലാമിന്റെ ഭാഗമല്ല. പിന്നെങ്ങനെ ഇന്ന് അത് ഇസ്ലാമായി? ഇസ്ലാമിന്റെ ഭാഗമല്ല, ഇന്ന് അതാണ് ഇസ്ലാം. നാട്ടിൽ ഒരു പെണ്ണിന് കെട്ടുവന്നു, പുതിയാപ്പിള വന്നു. പുതിയാപ്പിളന്റെ ദീൻ അന്വേഷിക്കാണ് അവന്റെ ആ പെണ്ണിന്റെ അമ്മാവന്മാര്, കാർണൂർമാര്. ചെക്കന്റെ നാട്ടിൽ വന്നിട്ട് അന്വേഷിക്കുന്നു, എങ്ങനെയുണ്ട് ആള്? ഓൻ അല്ലാഹുവിനെ മാത്രം വിളിക്കുന്നവനാണ്, ഓൻ തൗഹീദിന്റെ ആളാണ്, ഓൻ അല്ലാഹുവല്ലാത്ത വസ്തുക്കളെ, വ്യക്തികളെ, ശക്തികളെ ആശ്രയിക്കാത്ത അഭിമാനിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ കാലത്തെ ദീനായി തെറ്റിദ്ധരിച്ച അമ്മാവന്മാര് പറയും, ഐശ്വര്യാവില്ല, ചെക്കൻ സെൽഫിയ, ഓൻ ഗാഫിറാണ്, കസ്സാബാണ്, ഓനെ പുതിയ പറ്റൂല. വേറെ ടീമിന്റെ അടുത്ത് പോയി, എങ്ങനെയുണ്ട് ഇപ്പൊ ഈ ചെക്കൻ? അവര് പറഞ്ഞു അവൻ നല്ല ദീനുള്ള ചെക്കനാണ്, ഓ നമ്മുടെ ജാറ കമ്മിറ്റിന്റെ സെക്രട്ടറിയാണ്, ഓനാണ് ജാറത്തിൽ ആദ്യം നേർച്ച വഴിപാടുകൾക്കുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കാറുള്ളത്, ഓനാണ് കുതുബിയത്തിന്റെ നേതൃത്വം, അവനാണ് റാത്തീബിന്റെ നേതൃത്വം. മടവൂരിനെ വിളിക്കാൻ ഫസ്റ്റ് ഓന നാട്ടിൽ നിന്ന് പോയത്. ഈ ചെന്ന അമ്മാവന്മാരായ
പുരോഹിത വർഗത്തെ കൊണ്ട് മസ്തിഷ്കം നശിച്ചു പോയ അമ്മമാര് പറയും ആ ഓമ്മതി ഓ നല്ല ദീനുള്ള ചക്കനാണ്. ഇന്നെങ്ങനെ അങ്ങനെയായി? അതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ലെങ്കിൽ ജൂതൻ ജയിക്കും, നമ്മൾ തോക്കും. ഇന്നെങ്ങനെ അത് ദീനായി? ഇന്നെങ്ങനെ അത് ദീനായി? അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് അല്ലാഹ് മാത്രമെന്ന് പറഞ്ഞ ദീനാണ്. ഇന്ന് അല്ലാഹു അല്ല മയ്യത്തുണ്ടെന്ന് പറഞ്ഞ ദീനായി. എങ്ങനെ? ജൂതൻ അങ്ങനെ ആക്കി. ആരിലൂടെ? നാട്ടിലുള്ള ഖാദിമാരിലൂടെ, തങ്ങന്മാരിലൂടെ, ഉസ്താദുമാരിലൂടെ അവരെ കടമെടുത്തു. അതെങ്ങനെയായി? ഇല്ല. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കണ്ടു. അതിനല്ല ഇന്ന് മൗലവിമാര് വിളംബരം ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓള് പ്രസവിക്കുന്നില്ലേ? മോൻ ജയിക്കുന്നില്ലേ? ചെക്കന് നല്ല ജോലി കിട്ടുന്നില്ലേ? അല്ലെന്തെങ്കിലും കടമുണ്ടോ? മറ്റെന്തെങ്കിലും ദുഃഖമുണ്ടോ? ഭാരമുണ്ടോ? വന്നോളി. സലാത്ത് ഹൽക്കയുണ്ട്, ദിക്ർ ഹൽക്കയുണ്ട്. അതിന് വന്ന എത്ര ആൾക്കാർക്ക് മക്കളെ കിട്ടിയിരിക്കുന്നു. അതൊരു മഹാത്ഭുതം തന്നെ. സലാത്ത് ചൊല്ലിയിട്ട് മക്കളാവുന്നത് ഒരു മഹാത്ഭുതം തന്നെ. എന്തെല്ലാം പ്രയാസങ്ങൾ നീങ്ങിയിരിക്കുന്നു. വരീൻ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്നവരാണെങ്കിൽ, ദീനുൽ ഇസ്ലാമിനെ കളങ്കമില്ലാതെ സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, ഇസ്ലാം പറഞ്ഞെന്താ അറിയോ? മൗലവിമാർ അതിനെ ഒളിപ്പിച്ചു, ഉസ്താദുമാര് അതിനെ ഒളിപ്പിച്ചു, അതിനെ മൂടി വെച്ചു. ഉമ്മത്തിന്റെ പത്തായം കൊള്ളയടിക്കാനെന്ന ഒരൊറ്റ ചിന്തയിൽ വേറെ ഒരു ലാഭമൂലമാർക്കില്ല. എന്താ മൂടി വെച്ചെന്നറിയോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബിയെ കാണുക, ചോദിച്ചു, എന്തുപറ്റി? മാബി അറാക മുൻകസിറ, എന്താ ഇത് ടെൻഷൻ? ഭയങ്കര ദുഃഖം, സങ്കടമാണല്ലോ. എന്താ പറ്റി? പറ, എന്താ നിന്റെ പ്രയാസം? ബഹുമാനപ്പെട്ട ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ ബാപ്പ ഉഹുദിൽ ഷഹീദായി. അബ്ദുള്ള റളിയല്ലാഹു അൻഹു ഉഹുദിലെ ആദ്യത്തെ ഷഹീദ്. പക്ഷെ ബാപ്പ പോകുമ്പം കുറെ പെങ്ങന്മാരെയും വിട്ടിച്ചിട്ടാ പോയത്, കുറെ കടങ്ങളും ബാക്കിയാക്കിയിട്ടാ പോയത്. ഇനി പെങ്ങന്മാരൊക്കെ ഞാൻ നോക്കണം, ഉപ്പ ഉണ്ടാക്കിയ കടങ്ങളൊക്കെ ഞാൻ വീട്ടണം. എന്താ ചെയ്യും റസൂലെ? ആ വിഷമത്തിലാണ്, ആ പ്രയാസത്തിലാണ്. ഇവിടെ നമുക്ക് ദീനും ഈ പറഞ്ഞ അന്ധവിശ്വാസവും വേർതിരിക്കാം. ഇന്ന് ഈ മനുഷ്യന്മാർക്കും ആ പ്രയാസം ഉണ്ടാവും. സലാത്ത് ഹൽക്കയിലേക്ക് പോകുന്ന പെണ്ണുങ്ങൾക്ക് പ്രയാസം ഉണ്ടായോണ്ടല്ലേ പോകുന്നത്. ഉസ്താദുമാര് പറയുന്ന ഡിങ്കൻ കള്ളക്കഥകൾ കേട്ട് അത് വിശ്വസിച്ച് തെറ്റിദ്ധരിച്ചിട്ടല്ലേ ആ പാവപ്പെട്ട സഹോദരിമാര് ആയിരങ്ങളും എടുത്തിട്ട് സലാത്ത് ഹൽക്കയിലേക്ക് പോകുന്നത്, ദിക്ർ ഹൽക്കയിലേക്ക് പോകുന്നത്. ബിദ്അത്തിന്റെ ഖുറാഫാത്തിന്റെ പിശാചിനെ നൃത്തം ചവിട്ടിക്കുന്ന തോന്നിവാസത്തിന്റെ ഹൽക്കയിലേക്ക് ഈ പാവപ്പെട്ട പെണ്ണ് പോയത് എന്തിനാ? ഈ വിഷമത്തിലാണ്. ഈ മൗലാന പ്രസംഗം കേട്ട് തെറ്റിദ്ധരിച്ചിട്ടാണ്. എന്നാൽ ഇസ്ലാം കേട്ടോളി, മുഹമ്മദ് മുസ്തഫാനെ കേട്ടോളി സല്ലല്ലാഹു അലൈഹി വസല്ലം. SK കേൾക്കണ്ട, സലാഹുദ്ദീൻ ജോലിയും കേൾക്കണ്ട, മുഹമ്മദ് മുസ്തഫാനെ കേട്ടോളി സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാരെക്കാളും നല്ല ആള്, എല്ലാരെക്കാളും നല്ല ആള്. ജാബിർ, നീ ഒരു കാര്യം ചെയ്യുന്നു, ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. ഞാൻ നിനക്കൊരു ദുആ പഠിപ്പിച്ചു തരാം. നീ ആ ദുആ പറഞ്ഞോളി, നിന്റെ പ്രയാസങ്ങൾ മാറിക്കിട്ടും, നിന്റെ വിഷമങ്ങൾ മാറിക്കിട്ടും. പറഞ്ഞിരും റസൂലേ, അല്ലാഹുമ്മ ഇന്നി അബ്ദുക ഇബ്നു അബ്ദിക ഇബ്നു അമതിക നാസിയതി ബിയദിക മാദിൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖദാഉക أسألك بكل اسم هو لك سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي ونور صدري وجلاء حزني وذهاب همي. بس ഇതാര് പഠിപ്പിച്ചു? മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് എന്ത് പറഞ്ഞില്ല? മോനെ ഒരു കാര്യം ചെയ്യാവറെ, ഒരു സലാത്ത് ഹൽക്ക സംഘടിപ്പിക്ക്, എല്ലാവരും കൂട്ടിക്കോടി, ഉദ്ഘാടനത്തിന് ഞാൻ വരാം, തങ്ങളും വരും പോലെ. ഇങ്ങനെ
സൂരപ്പാടിയിലെ സ്വലാത്ത് ഹൽക്കന്റെ ഉദ്ഘാടനത്തിന് കേരളത്തിൽ നിന്ന് തങ്കം വരുന്ന പോലെ ഞാൻ വരാം, ഒരു ഹൽക്ക സംഘടിപ്പിക്ക്, എല്ലാവരും കൂട്ട്, ഒരു 10-25,000 പോരാ, ഒരു 10-25 കോടി സ്വലാത്ത് എല്ലാവരും കൂടി ചൊല്ലിൻ, പ്രയാസങ്ങൾ മാറിക്കോളും. ഇല്ല പ്രിയപ്പെട്ടവരെ, അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഉമ്മത്തിനെ അന്ധവിശ്വാസിയാക്കാനല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. മറിച്ച് എന്തിനാണെന്നറിയോ? എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നാട്ടിലുള്ള ഉസ്താദുമാര്, തങ്ങന്മാര്, ഖാദിമാര്, മൗലവിമാര്, സ്വലാത്ത് ഹൽക്കന്റെ ആളുകൾ, ദിക്ർ ഹൽക്കന്റെ മജ്ലിസിന്റെ ആളുകൾ, നൂറ അജ്മീറിന്റെ, നൂറ മദീനന്റെ ആളുകൾ കേട്ടോളീൻ. അള്ളാഹുവിന്റെ റസൂല് വന്നത് അടിയാറുകളെ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, മഖ്ലൂക്കിലേക്ക് അടുപ്പിക്കാനല്ല. അതുകൊണ്ടാണ് പൂർണ്ണ അടിമത്തം അള്ളാന്റെ മുമ്പിൽ അർപ്പിക്കുന്ന ദുആഇന്റെ വരികൾ പഠിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞോളീൻ, വിഷം അള്ളാഹു മാറ്റിത്തരും. ഇതെന്തേ ഉസ്താദ്മാര് പറയാത്തത്? അവരിതാണ് ആഗ്രഹിക്കുന്നത്. ലോകത്തെ എവിടെ പോയാലും ഇങ്ങനെ കാണിച്ചാൽ മനസ്സിലാവും എന്താ സാധനം. അതാണ് ആഗ്രഹിക്കുന്നത്. ദുആ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് എന്താ നേട്ടം? ദുആ ഉമ്മത്ത് മൊത്തം പഠിച്ച് ദുആ ചെയ്ത് വിഷമൊക്കെ മാറിയാ പിന്നെ നമ്മളെങ്ങനെ ഇപ്പൊ ജീവിക്കല്? അങ്ങനെയല്ലല്ലോ മുഹമ്മദ് മുസ്തഫ ചിന്തിച്ചത്, അള്ളാഹുവിന്റെ റസൂൽ ചിന്തിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അള്ളാഹ്ക്ക് കരാർ കൊടുത്ത അടിയാത്തി പ്രശ്നം വന്നാൽ മോളോട്ട് പറഞ്ഞോളണം, അല്ലാഹുമ്മ ഇന്നി അബ്ദുക, ഏ അല്ലാഹ് ഞാൻ നിന്റെ അടിമയാണ്, ഇബ്നു അബ്ദിക നിന്റെ അടിമയുടെ മോനാണ് ഞാൻ, വബിനു അമതിക നിന്റെ അടിയാത്തിയുടെ മോനുമാണ് ഞാൻ. പൂർണ്ണ അർപ്പണം. അല്ലാഹ് ഞാനൊന്നുമല്ല, നിന്റെ വേറൊരു അടിമ. നാസിയതി ബിയദിക് എന്റെ പിടുത്തം നിന്റെ കയ്യിലാണ് അല്ലാഹുവേ. മാദിൻ ഫിയ ഹുക്മുക് എന്റെ ജീവിതത്തിൽ നടക്കുന്ന സർവ കാര്യങ്ങളും നിന്റെ വിധി കൊണ്ടൊന്ന് മാത്രമാണ് അല്ലാഹുവേ. അദ്ലുൻ ഫിയ ഖദാഉക് നീ എന്റെ ജീവിതത്തിൽ എന്ത് വിധിച്ചാലും എന്ത് തീരുമാനമെടുത്താലും എനിക്ക് പരാതിയില്ല, ആക്ഷേപമില്ല. നീ നീതിമാനാണ്, അതിലെന്തോ നീതിയുണ്ട്, അതെനിക്കറിയില്ല, അതും ഞാൻ സമ്മതിക്കുന്നു. അല്ലാഹ്, ഏ അല്ലാഹ്, ഇന്നി അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക് നിനക്ക് നീ വെച്ചിട്ടുള്ള പരിശുദ്ധമായ ഇസ്മുകൾ തവസ്സുലാക്കി ഞാൻ നിന്നോട് ചോദിക്കുന്നു. നീ നിന്റെ നഫ്സിന് വെച്ച പരിശുദ്ധമായ പേരുകൾ, അസ്മാഉകൾ, ഔ അൻസൽതഹു ഫീ കിതാബിക് അല്ലെങ്കിൽ നീ നിന്റെ കിതാബിൽ ഇറക്കി നമ്മളെ പഠിപ്പിച്ച നിന്റെ ഇസ്മുകൾ വെച്ച്, ഔ അല്ലംതഹു അഹദൻ മിൻ ഖൽഖിക് അതല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ ആരെയെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്ത നിന്റെ ഇസ്മു തവസ്സുലാക്കിക്കൊണ്ട്, ഔ അവിസ്തഅ്സർത ബിഹി ഫീ ഇൽമിൽ ഗൈബി ഇൻദക് അതല്ലെങ്കിൽ ഏ അല്ലാഹ് നീ കിതാബിൽ അവതരിപ്പിക്കാത്ത, ആരെയും പഠിപ്പിക്കാത്ത, ആർക്കും ഇതുവരെ പറഞ്ഞു കൊടുക്കാത്ത നിന്റെ ഇൽമുൽ ഗൈബിൽ നീ ഒളിപ്പിച്ചു വെച്ച നിന്റെ ഇസ്മുകൾ വെച്ച് ഞാൻ ചോദിക്കുന്നു. അല്ലാഹ് അൻത ജഅലൽ ഖുർആന നീ പരിശുദ്ധ ഖുർആനിനെ ആക്കി തരാൻ, റബീഅ ഖൽബി എന്റെ ഹൃദയത്തിന്റെ വസന്തം, റബീഅ ഖൽബി വനൂറ സദരി എന്റെ നെഞ്ചിന്റെ പ്രകാശം, വജലാഅ ഹുസ്നി എന്റെ സങ്കടത്തെ കരിച്ചു കളയാൻ, വദഹാബ ഹമ്മി എന്റെ വിഷമങ്ങൾ പോയി കിട്ടാൻ അല്ലാഹുവേ നിന്നോട് ചോദിക്കുന്നു. അല്ലാഹ്, ഇതാണ് മുവഹിദിന്റെ ദുആ. പ്രശ്നങ്ങൾ വന്നാൽ അല്ലാണ്ട് ഓടലല്ല തങ്ങളെ വരക്കേക്ക്. ആരാ നിങ്ങൾ അത് പഠിപ്പിച്ചത്? ഇതാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിൽ അല്ലാഹുവിന് കരാർ കൊടുത്ത മുസ്ലിമിനോട് ചെയ്യാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ദുആ. ഇതറിയുന്ന എത്ര ആൾക്കാരുണ്ടാവും നമ്മുടെ നാട്ടില്? സലാത്ത് ഹൽക്കയിൽ പോയിട്ട് 100, 200, 500, 1000 കോയും അതേപോലെ ആടും പോത്തും കൊടുക്കുന്ന, വയറ് മുട്ടത്തും നേമ്പക്കെട്ടും വിട്ട് വരുന്ന മുസ്ലിം ഉമ്മത്ത് എന്ന് പറയപ്പെടുന്നവരിൽ 100ൽ 99ലും ഇത് അറിയില്ല. നിന്നെ ചതിച്ചിരിക്കുന്ന ഉസ്താദ്മാര്. സലഫി പ്രസ്ഥാനം വേണ്ടി വന്നു നിങ്ങൾക്ക് സത്യം പറഞ്ഞു തരാൻ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. ദേഷ്യമുള്ളതുകൊണ്ട് പറയുന്നല്ല, ഉണ്ട് ദേഷ്യം മൗലമാരോട്. അത് ദീനിന്റെ ദേഷ്യം. അൽ ഹുബ്ബു ഫില്ലാഹ് വൽ ബുഗ്ദു ഫില്ലാഹ്. അല്ലാണ്ട് അവർ നമ്മളെ സ്വത്ത് കൊള്ളടിക്കാൻ വന്നിട്ടൊന്നുമല്ല, അവർ നമ്മളോട് പൈസ ചോദിച്ചിട്ടുമല്ല.
അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ ഇങ്ങനെ ചതിക്കുന്നത് കണ്ടിട്ട്, ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ നിന്ന് നിങ്ങൾ അവരെ കൊണ്ടുപോകുന്നത് മയ്യത്തിലേക്കാണ്. ഈ ദുരവസ്ഥ കണ്ടിട്ട് വിഷമം കൊണ്ട് പറയുന്നതാണ്. എങ്ങോട്ടാ കൊണ്ടുപോവേണ്ടത്? ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ഒന്നിടത്തേക്ക്. പക്ഷെ വിളിക്കുന്ന എങ്ങോട്ടാ? ഇങ്ങോട്ട്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തീർന്നില്ല. സാധാരണ സലാത്ത് ഹൽക്കയിലും ദിക്ർ ഹൽക്കയിലും ഒക്കെ നാട്ടുകാർ പോവും. പല സാദാത്തുകളും മഹാന്മാരും അതേപോലെ സയ്യിദന്മാരും ദുആക്ക് ഇസ്തിജാബത്തുള്ള ആളുകളും ഒക്കെ വരുന്നുണ്ട്. വിശ്വാസികളെ, ഇന്നത്തെ സലാത്ത് ഹൽക്കയിലേക്ക് വന്നോളിൻ, ഇന്നത്തെ നൂറെ മദീനയിലേക്ക് വന്നോളിൻ. അതേപോലെ നൂറെ അജ്മീർ. അജ്മീറും ഇസ്ലാമും തമ്മിൽ എന്താ ബന്ധം? എഴുതിയില്ല. അജ്മീറും ഇസ്ലാമും തമ്മിൽ എന്താണ് ബന്ധം? അജ്മീറും കഞ്ചാവും തമ്മിൽ ബന്ധമുണ്ട്. അജ്മീറും കള്ളന്മാരും തമ്മിൽ ബന്ധമുണ്ട്. അജ്മീരും കൊള്ളക്കാരും തമ്മിൽ ബന്ധമുണ്ട്. ചരിത്രം തെളിയിച്ചത്, വാർത്തകളിൽ നിറഞ്ഞത്. അജ്മീറും വൃത്തികേടുമായി ബന്ധമുണ്ട്. ഇസ്ലാമുമായിട്ട് എന്താണ് ബന്ധം? 3 പള്ളികൾക്കല്ലാതെ. മസ്ജിദുൽ ഹറാം ബിമക്ക, മസ്ജിദുൻ നബവി അൽ മുനവ്വറ, മറ്റൊന്ന് മസ്ജിദുൽ അഖ്സ. ഇത് എവിടുന്ന നിങ്ങൾക്ക് അജ്മീർ കിട്ടീനി? അതിന്റെ കൂടെ ഒരു അജ്മീർ ടൂർ. എങ്ങനെ? മുസ്ലിം ഉമ്മത്തിന് അജ്മീർ ടൂർ എന്നൊരു ഉസ്താദ് വളരെ ഭവ്യതയോടെ ഇലാ ഹദ്റത്തി മുഈനുദ്ദീൻ ചിശ്തി പറഞ്ഞിട്ട് വക്കറിക്കോളി ഉംറക്ക് വന്ന പോലെ, കഅബാലയം കണ്ടിട്ട് മുത്തുന്ന പോലെ അജ്മീർ പോയിട്ട് ഖബർ ചുംബിക്കുന്ന അവസ്ഥയില് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമ്മത്തിനെ ഇത്ര തരം താഴ്ത്തവരാക്കിയതിന്റെ പങ്ക് ഉസ്താദുമാർക്കാണ്. ഇനിയും നാം കണ്ണടച്ചിട്ട് കഴുത്ത് നീട്ടി കയറി കെട്ടിക്കോന്ന് പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ ഒരുത്തനും കൂടെ ഉണ്ടാവില്ല. വിചാരിച്ചു പോകണ്ടോ, സലാത്ത് ഹൽക്കന്റെയും മജ്ലിസ് ദിക്റിന്റെയും ആൾക്കാർ വിചാരിച്ചു പോവണ്ട ഈ മൗലമാരൊക്കെ നമ്മളെപ്പരം ഉണ്ടാവൂന്ന്. വല്ലാഹി ഉണ്ടാവൂല. ആരുവരെന്നറിയോ? ഹദീസിന്റെ കിതാബുകളിൽ കാണാം. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സഫാ മലയുടെ മുകളിൽ കയറി ബനൂ ഹാഷിമിനെ വിളിച്ചു. യാ ബനി ഹാഷിം, ഹാഷിം കുടുംബമേ വാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ. യാ അഹ്ല ഖുറൈശ്, ഖുറൈശ് ഗോത്രമേ വരൂ. യാ അബ്ബാസ് അമ്മ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട അബ്ബാസേ നിങ്ങളും വാ, ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. യാ സഫിയ അമ്മത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പാന്റെ പെങ്ങള് സഫിയ നിങ്ങളും വരിൻ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. യാ ഫാത്തിമ, യാ ഫാത്തിമ ബിൻത റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോളായ ഫാത്തിമ നീയും വാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഹാഷിം കുടുംബമേ, ഇഷ്തറൂ അൻഫുസകും, നാളെ ആഖിറത്തിൽ നിങ്ങൾ നിങ്ങളെ തടിയക്കാത്തോളം. നമ്മുടെ കുടുംബത്തിൽ റസൂലുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ കുടുംബക്കാരനാണ്. അത് പറഞ്ഞു പോവാൻ നിൽക്കണ്ട. ഏ അബ്ബാസ്, എന്റെ അനുജന്റെ മകൻ റസൂൽ എന്ന് പറഞ്ഞു വരാൻ നിൽക്കണ്ട. സഫിയ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, അമ്മായി ഞാൻ റസൂലാണ്, അല്ലാഹുവിന്റെ ഹബീബാണ്, ആഖിറത്തിൽ ഒരു ഉപകാരവും ചെയ്യൂല. എന്റെ കരളിന്റെ കഷണമായ ഫാത്തിമ, ലാ ഉഗ്നി അൻകി മിനല്ലാഹി ശൈആ, ഇല്ല മോളെ ഇല്ല. നാളെ റബ്ബിന്റെ കോടതിയിൽ നിന്റെ ബാപ്പ റസൂലാണ്, നിന്റെ ബാപ്പ അല്ലാഹുവിന്റെ ഹബീബാണ്, നിനക്ക് ഒരു ഉപകാരവും ചെയ്യൂല. അൻഖിദി നഫ്സകി മിനന്നാർ, നീ നിന്നെ നരകത്തിൽ നിന്ന് സൂക്ഷിച്ചോളിൻ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏത് തങ്ങളെയാ പ്രിയപ്പെട്ട സുഹൃപ്പാടിക്കാരെ നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങൾ ഏത് ബാബനെയും ഏത് ബീവിനെ കാത്തിരിക്കുന്നത്? ഏത് തലയിക്കെട്ടിനെയും ഏത് പച്ചശാലനെയാണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? കളവാണ്, ചതിയാണ്, വഞ്ചനയാണ്. ശ്രദ്ധിച്ചോളിൻ. സെൽഫികൾക്ക് മാത്രമേ ഇത്ര ശക്തമായി പറയാൻ ഇന്നീ നാട്ടിൽ കഴിയുള്ളൂ. എന്തുകൊണ്ടറിയോ? അവർ ആദർശവാദികളായതുകൊണ്ട്. അവർക്ക് വ്യക്തിപൂജകളില്ല, അവർക്ക് ഖബർ പൂജകളില്ല, അവർ മയ്യത്തിന്റെ ബേക്കിൽ ഓടുന്നവരല്ല. അവർ ജീവിച്ചിരിക്കുന്ന തിന്നും കുടിച്ചും തൂറി ഉറങ്ങിയും ജീവിക്കുന്ന തങ്ങന്മാരെ ബേക്കിൽ പോയിട്ട് കാല് പിടിക്കുന്ന ടീമല്ല. കഴുതകളല്ലാത്തത് കൊണ്ട്, ഖുർആന്റെ ഭാഷയിൽ പറഞ്ഞാൽ കഴുതകളല്ലാത്തത് കൊണ്ട് ഇത്ര കൃത്യമായി ധൈര്യത്തോടെ പറയാൻ സാധിക്കും. ഞാൻ ചോദിച്ചോട്ടെ, സലാത്ത് ഹൽക്കയിലേക്ക് ദിക്ർ ഹൽക്കയിലേക്ക് നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ടാവും. എന്തായിരിക്കും ഒരു ലക്ഷ്യം? കുഞ്ഞുങ്ങളില്ല. അങ്ങനത്തെ ടീം അധികം ഉണ്ടാവല്. കാരണം എങ്ങനെങ്കിലും കുഞ്ഞിനെ കിട്ടാൻ. മംഗലാപുരത്ത്
ഈ തൊട്ടടുത്ത മംഗലാപുരത്ത് ഇഷ്ടം പോലെ ഹോസ്പിറ്റലുകൾ, മെഡിക്കൽ കോളേജുകൾ, അഗ്രഗണ്യനായ ഡോക്ടർമാര് എല്ലാരെയും പോയിട്ട് കണ്ടു. ഒരു രക്ഷയില്ല. ഓളെയും നോക്കി ഓനെയും നോക്കി, ആർക്കൊരു പ്രശ്നമില്ല. എന്നാലും കുഞ്ഞുണ്ടാവുന്നില്ല. എന്തുകൊണ്ട്? ആദർശവാദി പറയും അള്ളാഹു തരാത്തത് കൊണ്ട്. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കരാർ കൊടുത്ത മുസ്ലിം പറയും അള്ളാഹു തരാത്തത് കൊണ്ട്. മൂലാര് പറയും സ്വലാത്ത് ഹൽക്കയിൽ വരാത്തത് കൊണ്ട്. അൽ ഫർഖു ബൈനഹുമാ. മൂലാർക്ക് പറയും ബിക്ർ ഹൽക്കയിൽ വരാത്തത് കൊണ്ട്, ജാറത്തിൽ നേർച്ചക്ക് പോവാത്തത് കൊണ്ട്, ഉറൂസിന് പോവാത്തത് കൊണ്ട്, നേർച്ച കഴിക്കാത്തത് കൊണ്ട്. അല്ലേ? ആദർശവാദി പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് രാവും പകലും പ്രഖ്യാപിക്കുന്ന വാരിയല്ലിന്റെ ഉള്ളകത്തുള്ള ഹൃദയത്തിനുള്ളില് അതിനെ സൂക്ഷിച്ചു വെക്കുന്ന മുവഹിദ് പറയും യഹബു ലിമൻ യശാഉ ഇനാസ വയഹബു ലിമൻ യശാഉ الذുകൂർ ഔ യുസവ്വിജുഹും ദുക്റാനൻ വഇനാസ വയജ്അലു മൻ യശാഉ അഖീമാ. ഇത് അല്ലാഹുവിന്റെ ജോലിയാണ്. ഓനിഷ്ടപ്പെട്ടാൽ ആ മക്കളെ കൊടുക്കും, ഇഷ്ടപ്പെട്ടാൽ പെമ്മക്കളെ കൊടുക്കും, ചിലർക്ക് രണ്ടും മിക്സാക്കി കൊടുക്കും. ചിലർക്ക് കൊടുക്കണ്ടെന്ന് തീരുമാനിക്കും. പക്ഷേ ആ പറഞ്ഞ റബ്ബ് തന്നെ പരിശുദ്ധ ഖുർആനിൽ അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ ദുആകള് നമ്മളെ കേൾപ്പിച്ചു. എന്തിനാ? സ്വലാത്ത് ഹൽക്കയിൽ പോവാനാ? അവിടെ പൂവൻ കോഴി നിറച്ചേക്കാനാ? അവിടെ നാടൻ കോഴി നടത്തിട്ട് ബിരിയാണി വെച്ചിട്ട് തീറ്റിക്കാനാ ഈ ദുആ ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചെന്നത്? നിങ്ങൾക്ക് മക്കളില്ലേ? നിന്റെ ഓള് പ്രസവിക്കുന്നില്ലേ? ഡോക്ടർമാർക്ക് ചികിത്സിച്ചിട്ടും ഒരു പ്രശ്നമില്ലാന്നാണോ പറയുന്നത്? അല്ല, ഇനി ഒരിക്കലും ഈ പെണ്ണിന് പ്രസവിക്കാൻ പറ്റൂല എന്നാണോ ഡോക്ടർമാർ പറയുന്നത്? അപ്പോഴും ഇസ്ലാം പറയുന്നു നിന്റെ പ്രതീക്ഷ തെറ്റാനായില്ല. ഡോക്ടർമാർ നിന്റെ ഓള് പ്രസവിക്കൂല എന്ന് പറഞ്ഞാലും നീ വിഷമിക്കാനായില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീറായ അള്ളാന്റെ അടിമയാണ് നീ. അവന് കരാറ് കൊടുത്ത മുവഹിദാണ് നീ, മുഅ്മിനാണ് നീ. إذ نادى ربه نداء خفيا قال رب إني وهن العظم مني واشتعل الرأس شيبا ولم أكن بدعائك رب شقيا. സൂറത്ത് മറിയമിന്റെ ആദ്യത്തെ ആയത്തുകൾ കാഫ് ഹാ യാ ഐൻ സാദ്. ذكر رحمة ربك عبده زكريا. നിന്റെ റബ്ബ് അവന്റെ അടിമ സക്കരിയാക്ക് കൊടുത്ത റഹ്മത്തിനെ പറ്റി ചിന്തിക്കൂ പ്രവാചക. ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. വളരെ രഹസ്യമായി ഹൃദയത്തിൽ തട്ടിയ അടിമ അവന്റെ റബ്ബിനെ വിളിച്ച സന്ദർഭം. എന്നിട്ട് എന്റെ സക്കരിയ എന്നോട് എന്താ പറഞ്ഞതെന്നറിയുമോ? ഈ പ്രദേശത്തുള്ള സ്വലാത്ത് ഹൽക്കയിൽ ചെന്ന്, നൂറ് ഹൽക്കയിൽ ചെന്ന്, ദിക്ർ ഹൽക്കയിൽ ചെന്ന് നേർച്ചയാക്കിയാൽ പെണ്ണ് പ്രസവിക്കുമെന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ടെങ്കിൽ ഇതാ കേട്ടോളൂ ഖുർആനിന്റെ വാക്ക്, പരിശുദ്ധ ഖുർആനിന്റെ വാക്ക്. എന്റെ അടിമ സക്കരിയ ആരും കേൾക്കാതെ രഹസ്യമായിട്ട് എന്നോട് പറഞ്ഞ വാക്കെന്താണെന്നറിയുമോ? ഏ അല്ലാഹ്, ഖാല റബ്ബി ഇന്നി വഹനൽ അദ്മു മിന്നി. എന്റെ എല്ലുകൾക്കെല്ലാം ബലക്ഷയം ബാധിച്ചിരിക്കുന്നു, എനിക്ക് ബലഹീനത വന്നിരിക്കുന്നു, വയസ്സായി എനിക്ക് ആരോഗ്യമില്ലാത്തൊരവസ്ഥയിൽ ഞാൻ എത്തിയിരിക്കുന്നു. എന്റെ തലയാണെങ്കിൽ ഇതാ നര കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, പ്രായം ഒരുപാടായി അല്ലാഹുവേ. ഇനി എനിക്കൊരു കുഞ്ഞുണ്ടാവുക എന്നത് മെഡിക്കൽ സയൻസ് വെച്ച് നോക്കിയാൽ ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. പ്രായം കഴിഞ്ഞു. എന്റെ ഭാര്യയാണെങ്കിലോ മച്ചിയാണ്, പ്രസവിക്കാത്ത സ്ത്രീയാണ്. പക്ഷേ ഏ അല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയോട് ആത്മാർത്ഥതയുള്ള, അല്ലാഹ്ക്ക് കൊടുത്ത കരാറിനോട് കൂറുള്ളവരെ, ഈ നാട്ടിലുള്ള മുഅ്മിനുകളെ കേട്ടോടിൻ. സക്കരിയ നബി പറഞ്ഞ വാക്ക്, ഏ അല്ലാഹ്, ഇതൊക്കെയാണെങ്കിലും വലം അകും ബിദുആഇക റബ്ബി ശഖിയ. എന്റെ റബ്ബായ നിന്നോടുള്ള ദുആയിൽ നിന്ന് ഞാൻ ഒരിക്കലും നിരാശനല്ല.
ഒരിക്കലും നിരാശനല്ല. ഇതൊക്കെ വെച്ച് എനിക്ക് മക്കളുണ്ടാക്കാനുള്ള ചാൻസേ ഇല്ല. പക്ഷെ നീയാണെങ്കിലോ എനിക്കപ്പോഴും കുഞ്ഞിനെ തരാൻ കഴിവുള്ളവനാണ്. ആ ഉറപ്പ് എനിക്കുണ്ടല്ലോ. അതുകൊണ്ടൊരു കുഞ്ഞിനെ താ അല്ലാ. എന്ത് ഇഷ്ടായിരിക്കും അല്ലാഹ്ക്ക് സക്കരിയാനോട് അലൈഹിസ്സലാത്തു വസ്സലാം. എന്തൊരു സ്നേഹമായിരിക്കും എന്ന് പറഞ്ഞാൽ വയസ്സനായി. നേരം നമ്മളെന്താ ചോദിക്കുക, അങ്ങനെ ദുആ ചെയ്യുന്ന വയസ്സന്മാരെ കണ്ടാൽ എന്താണ് ആജിക്ക ഈ പ്രായത്തിൽ ആ കുഞ്ഞിനെ ചോദിക്കുന്ന അല്ലാഹ്നോട്? എന്താ ചോദിച്ചാല് സക്കരിയ ചോദിച്ചിട്ടുണ്ട്. സക്കരിയ നബിന്റെ ഭാര്യ മച്ചിയാണ്. ഈ ആയത്ത് മൗലവിമാർ ഓതി തരൂല കേട്ടോ. എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഉസ്താദ്മാർ ഓതി തരൂല. പള്ളി മെമ്പറിൽ വെച്ച് കേൾക്കാൻ നിങ്ങൾക്ക് കഴിയൂല. കേട്ടാ നിങ്ങൾ തിരിച്ചു ചോദിക്കും, പിന്നെന്തിനാ ഉസ്താദ് സ്വലാത്ത് ഹൽക്ക, പിന്നെന്തിനാ ദിക്ർ മജ്ലിസ്, പിന്നെന്തിനാ നേർച്ച, പിന്നെന്തിനാ സ്വലാത്ത് ഹൽക്കിന്റെ പിറകിലുള്ള പോസ്റ്ററിൽ ഗൂഗിൾ പേന്റെ നമ്പർ എന്തിനാ എന്ന് നാട്ടുകാർ ചോദിക്കും. നമുക്ക് സലഫികൾക്ക് മുവഹിദുകൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവർക്ക് പറഞ്ഞുതരാനുള്ളത് ഇത് മാത്രമാണ്. സക്കരിയ നബി ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു കറാമത്ത് കാണുന്നത്. കറാമത്ത് കണ്ടു. ഇന്ന് മൗലവിമാര് പറയുന്ന കറാമത്ത് എന്തെങ്കിലും കണ്ടിട്ടാ? ഈ പറയുന്ന കറാമത്ത് ആരെങ്കിലും കണ്ട കറാമത്താ? CM മടവൂർ പ്ലെയിനെ വിളിച്ചിറക്കി. ആര് പറഞ്ഞു? ഏതോ മൗലാര് പറഞ്ഞു. പിന്നെ CM മടവൂർ എന്താക്കിയെന്ന് പറഞ്ഞ് ICU കയറി, ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി. ക്യാൻസർ ബാധിച്ച ഒരു രോഗിയുടെ ഓപ്പറേഷൻ രാത്രിക്ക് രാത്രി ചെയ്ത് തുന്നി വെച്ചിട്ട് രാത്രി എന്നെ അടുത്തേക്ക് പോയി. പിന്നെ CM മടവൂർ എന്താക്കിയത്? കുറച്ച് ഇല പറിച്ച് കൈമ പിടിച്ചിട്ട് നോക്കുമ്പോ പൊഞ്ഞ് വട്ടപണ്ട് മായാവി ഉണ്ടാക്കിയ പോലെ ഇല പൊഞ്ഞായി. ഇതെല്ലാം ആരെങ്കിലും കണ്ടതാ? ഇതൊക്കെ ഏതെങ്കിലും കിതാബിലുള്ളതാ? പച്ചപടായി, വേറും പടായി. ആനയോട് വർത്താനം പറയാ, സുന്നി ആന വരിക, തൊപ്പിയിട്ട് ആന വരിക, ആന വന്നിട്ട് സലാം പറയുക, കുറുക്കന്മാര് നോക്കിയിട്ട് പേടിച്ചിട്ട് ഓടുക. ശരിയല്ലേ? കുറുക്കൻ അതിനേക്കാളും വല്ല കുറുക്കനെ കണ്ടാ പിന്നെ പേടിയാവൂലേ? അങ്ങനെ ഇതെല്ലാം കറാമത്താ. അള്ളാഹു പറയുന്നു പരിശുദ്ധ ഖുർആനിൽ, എന്റെ പ്രിയപ്പെട്ട ബുദ്ധിയുള്ള മനുഷ്യരെ, ഖുർആനിൽ അള്ളാഹു ഒരു കറാമത്ത് പറഞ്ഞിരുന്നു. കെട്ടുകഥയല്ല, കേട്ടുകേൾവിയല്ല, അള്ളാഹു പറഞ്ഞ കഥ. എന്താ അറിയോ? കുല്ലമാ ദഖല അലൈഹാ സകരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മർയമു അന്നാ ലകി ഹാദാ ഖാലത് ഹുവ മിൻ ഇൻദില്ലാഹ്. അല്ലാഹു ഒരു കറാമത്ത് പറഞ്ഞിരുന്നു. മറിയം നബിയല്ലല്ലോ, റിസാലത്തും നുബുവത്തും പെണ്ണുങ്ങൾക്കില്ലല്ലോ, വിലായത്തുണ്ട്, വലിയാണ് മറിയം ബീവി അലൈഹിസ്സലാം. എന്താ കഥ? സക്കരിയ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മറിയമിന്റെ ഉത്തരവാദിത്തം. കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ്, മറിയം ഇബാദത്തിൽ കഴിച്ചുകൂട്ടുന്ന മിഹ്റാബിലേക്ക് സക്കരിയ വരുമ്പോഴെല്ലാം, കുല്ലമാ ദഖല വരുമ്പോഴെല്ലാം കാണുന്നത് വജദ ഇൻദഹാ റിസ്ഖാ, മറിയം അന്ന് നാട്ടിൽ കിട്ടാത്ത പഴങ്ങളാണ് തിന്നോണ്ടിരിക്കുന്നത്. കറാമത്തന്നെ. ഇത് കേട്ട് അത്ഭുതപ്പെട്ട സക്കരിയ ചോദിച്ചു മറിയമിനോട്, ഖാല യാ മറിയം അന്നാ ലകി ഹാദാ, എവിടുന്നാ മറിയമേ നിനക്ക് ഈ പഴം കിട്ടിയത്? ആരാ നിനക്ക് ഈ പഴം തന്നത്? ആരാ നിനക്ക് ഇന്ന് നാട്ടിൽ കിട്ടാത്ത സീസണിലില്ലാത്ത പഴങ്ങൾ തിന്നാൻ തന്നത്? മോനമാരെന്താ പറയാ? സ്വലാത്ത് ഹൽക്കന്റെ ഷെയ്ഖ് എന്താ പറയാ? ദിക്ർ മജ്ലിസ് ഉദ്ഘാടനം ചെയ്യാൻ നാട്ടിൽ നിന്ന് വന്ന പച്ചശാലും 8 മോതിരം ഇട്ട ഉസ്താദ് എന്താ പറയാ? അതന്നെയാ മടവൂരിന്റെ കറാമത്ത്. ഒരു ഫാത്തിഹ അങ്ങ് വിട്ടിട്ടേ ഉള്ളൂ, എത്തിയിരിക്കുന്നു ആകാശത്ത് നിന്ന് ഫുഡ്. അതന്നെയാ മറ്റോന്റെ കറാമത്ത്. മറിയം എന്താ പറഞ്ഞെന്നറിയോ? മുസ്ലിമേ, 5 നേരം നിസ്കരിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന മുസ്ലിമേ, മിഹ്റാബിൽ ഇമാമത്ത് നിൽക്കുന്ന ഉസ്താദുമാരെ, ഖാദിമാരെ, തങ്ങന്മാരെ, മറിയം എന്താ പറഞ്ഞെന്നറിയോ? ഹുവ മിൻ ഇൻദില്ലാഹ്, എനിക്ക് എന്റെ അല്ലാഹു തന്നത്. അതാണ് തൗഹീദ്, അതാണ് ഇസ്ലാം. നിങ്ങൾ ഇന്ന് സലാത്ത് ഹൽക്കയെ പോയിട്ട് നേർച്ചയാക്കുന്ന പെണ്ണ് ഗർഭിണിയായ ചോദിച്ചോക്കെ ആരാ തന്നെന്ന്? അള്ളാഹുവേ, സലാത്ത് ഹൽക്കയെ പോയിട്ട് നേർച്ചയാക്കിയതിനെ കൊണ്ട് ഔലിയാക്കളുടെ ബർക്കത്ത് കൊണ്ട് എനിക്ക് കർപ്പായി. മറിയം എന്ന മുവഹിദത്തിന്റെ മറുപടി ഖുർആനിൽ എന്തിനാ അല്ലാഹു പറഞ്ഞതെന്നറിയോ? മരിക്കുന്നവരെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ. ഹുവ മിൻ ഇൻദില്ലാഹ്,
അള്ളാഹു തന്നത്. അപ്പം കറാമത്ത് നേർക്ക് നേരെ കണ്ട സക്കരിയ നബിന്റെ ലഡു പൊട്ടി. സീസണിലില്ലാത്ത ഫുഡ് എനിക്ക് ഇങ്ങനെ ദിവസം അല്ല കൊണ്ടുത്തരാണല്ലേ, അത് ശരി, അപ്പൊ എനിക്ക് വേറൊരു ആവശ്യമുണ്ട്, ഞാനത് പറയട്ടെ. ഇതല്ലേ ഈമാൻ? മറിയമിനോടല്ല പറയുന്നത്. മറിയമിനോട് പിന്നെ വർത്താനമില്ല. ഖുർആൻ അല്ലാഹ് അങ്ങനെ പറഞ്ഞില്ല. മറിയമിനോട് പിന്നെ അവിടെ വർത്താനമില്ല. മറിയമേ, എനിക്ക് കുറെ കാണാൻ ഈ കറാമത്ത്, നീ ഭയങ്കര സംഭവമാണല്ലോ, മറിയമേ ഒന്ന് പറയപ്പോ എനിക്ക് വേണ്ടി, അതും പറഞ്ഞില്ല. ബാക്കി അല്ലാഹ് പറഞ്ഞു തന്നു. ഹുനാലിക ദഅ സക്കരിയ റബ്ബഹ്, അവിടെ നിന്നുകൊണ്ട് സക്കരിയ തന്റെ റബ്ബിനെ വിളിച്ചു. ഏ അല്ലാഹ്, ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, ഈ സീസണിൽ കിട്ടാത്ത പഴവർഗ്ഗങ്ങള് ഈ മറിയമിന് തീറ്റിക്കാൻ നിനക്ക് സാധിക്കുമെങ്കിൽ, നീ അതിന് കഴിവുള്ളവനാണെങ്കിൽ, പ്രായം കഴിഞ്ഞു പോയ, മക്കളുണ്ടാകുമെന്ന് പ്രതീക്ഷ അറ്റുപോയ എനിക്കൊരു കുഞ്ഞിനെ തരാനും നീ കഴിവുള്ളവനാണല്ലോ. ഹബിലി മിൻ ലദുൻക ദുർരിയതൻ ത്വയ്യിബ, എനിക്കൊരു നല്ല കുഞ്ഞിനെ താ അല്ലാഹ്. മറിയം കേട്ടോണ്ടിരിക്കാണ്. മറിയം മാമിയും പറഞ്ഞിട്ടുണ്ടാവും. അളയപ്പാന്റെ ദുആ കേട്ടപ്പം മറിയം മാമിയും പറഞ്ഞിട്ടുണ്ടാവും. ഇന്നക സമീഉദ് ദുആ, ഏ അല്ലാഹ്, നീ അടിമയുടെ ദുആ കേൾക്കുന്നവനാണല്ലോ. അത് നിന്നെ കേൾപ്പിക്കാൻ നീ കറാമത്ത് കൊടുത്ത മറിയമിന്റെ ആവശ്യം എനിക്കില്ലല്ലോ. തിരിഞ്ഞ മുലവൻ അങ്ങനെ പറയാ. നമ്മളെങ്ങനെ ഇപ്പൊ പാപികള്, കുരുത്തം കെട്ട തോന്നിവാസികള് എങ്ങനെ അള്ളാഹിനോട് ചോദിക്കുക? അതിനാണ് ഈ ഇരിക്കുന്ന മഹാന്മാര്. ഏത് മഹാന്മാര്? ഈ ഇരിക്കുന്ന മഹാന്മാര്. ഇവിടെ ആളില്ലാത്തോണ്ടോ ഞാൻ വിരൽച്ചുകൊണ്ടുന്നത്. ഈ ഇരിക്കുന്ന മഹാന്മാര് അവരാരാ? പരിശുദ്ധാത്മാക്കള്. അവരാരാ? എന്താ പറയാ, മലക്കെന്ന് പറയാൻ കഴിയില്ല, ജിന്നെന്ന് പറയാൻ കഴിയില്ല. പിന്നെ ആരെന്നായി പറയാ? അവരങ്ങനത്തെ ആൾക്കാര്. അവരൊന്ന് കൈ പൊക്കിയാ മതി, പ്രവറാന്ന് വരാൻ തുടങ്ങും. കളവല്ലേ ഉസ്താദുമാരെ? ഇത് ചതിയല്ലേ? ഇത് വഞ്ചനയല്ലേ? പ്രിയപ്പെട്ട പ്രവാചകൻ സക്കരിയ അലൈഹിസ്സലാമിന്റെ വാക്ക് പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മറിയമിൽ അല്ലാഹ് നമ്മളെ ഓതി കേൾപ്പിച്ചത്, എന്നോട് ദുആ ചെയ്യാൻ ഞാൻ കറാമത്ത് കൊടുത്ത് അനുഗ്രഹിച്ച ആളുകളെ ഇടയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല, ചോദിച്ചാ മതി, ഞാൻ കേൾക്കും തരും എന്നല്ല അല്ലാഹ് പറഞ്ഞത്. ഇന്നക സമീഉദ് ദുആ, അല്ലാഹ് നീ ദുആ കേൾക്കുന്നവനല്ലേ, അതിന് കേൾപ്പിക്കാൻ എനിക്ക് മറിയമിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ എവിടെ നിന്ന് എങ്ങനെ ആര് വിളിച്ചാലും ഏതു തോന്നിവാസി അല്ലാഹ് എന്ന് വിളിച്ചാലും കേൾക്കുന്നവൻ അല്ലാഹുവാണ്. കേൾപ്പിക്കാൻ ആരും വേണ്ട. എന്താ സംഭവിച്ചെന്നറിയോ? അങ്ങനെ വിളിച്ചു നോക്കി മക്കളില്ലാത്തവരെ അള്ളാഹു നല്ല മക്കളെ നസീബാക്കി തരട്ടെ. നിങ്ങൾ വെറുതെ ഈ സലാത്ത് ഹൽക്ക എന്നുള്ള വിദേഹത്തിന് പോകാൻ നിൽക്കല്ല. ദിക്ർ ഹൽക്കക്ക് പോയിട്ട് ചോറും വെച്ചിട്ട് വരുത്തല്ല വേണ്ടത്. ഖുർആൻ പഠിപ്പിച്ച ദുആ അള്ളാഹിനോട് പറയാ വേണ്ടത്. തരണ്ടോൻ അള്ളാഹുവാണ്. ഫനാദതുഹുൽ മലായിക വഹുവ ഖായിമുൻ യുസല്ലി ഫിൽ മിഹ്റാബ്. മറിയമിന്റെ മിഹ്റാബിൽ നിന്നുകൊണ്ട് സക്കരിയ ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വഹുവ ഖായിമുൻ യുസല്ലി, നിന്നുകൊണ്ട് സക്കരിയ ദുആ ചെയ്യുന്നു ആ മിഹ്റാബിൽ. ആ സമയത്ത് തന്നെ ഫനാദതുഹുൽ മലായിക, മലക്കുകൾ വന്ന് വിളിച്ചു, യാ സക്കരിയ, ഏ സക്കരിയ, ഇന്നാ നുബശ്ശിറുക ബിഗുലാം, അല്ലാഹു നിന്റെ വിളി കേട്ടു സക്കരിയ, നിന്റെ പ്രയാസം അല്ലാഹു കേട്ടു സക്കരിയ. അല്ലാഹു നിങ്ങൾക്കിതാ സന്തോഷ വാർത്ത അറിയിക്കുന്നു. ബിഗുലാം, ഒരു ആൺകുട്ടിയെ തരാമെന്ന്. ഇസ്മുഹു യഹ്യ, ആ മോന്റെ പേര് യഹ്യ എന്ന് അല്ലാഹു വെച്ചിട്ടുണ്ട്. ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പം മലക്ക് വന്നിട്ട് പറഞ്ഞു, കബൂലാണ്, ഓൾ പ്രസവിക്കാൻ പോവാൻ. ഇതെന്തിനാ അല്ലാഹു നമ്മളെ പഠിപ്പിച്ച്? ഇതെന്തിനാ അല്ലാഹു നമ്മളെ കേൾപ്പിച്ചെന്നത്? പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്തിലേക്ക് തിരിയാൻ, അള്ളാഹു കൊടുത്ത കരാർ പൂർത്തിയാക്കാൻ ഇത് പറ്റൂല എന്നാ ജൂതന്റെ വാശി. കാരണം അങ്ങനത്തെ ഒരു കണക്ഷൻ കലിമത്തു തൗഹീദിലൂടെ മുസ്ലിം ഉമ്മത്ത് ഉണ്ടാക്കിയാൽ ഓന്റെ ഒരു പരിപാടി നടക്കൂല. ഈ ഉമ്മത്ത് നക്ഷത്രങ്ങളെ പ്രകാശിക്കുന്ന, നക്ഷത്രങ്ങളെപ്പോലെ പ്രകാശിക്കുന്ന മുത്തുകളായി മാറും. അതുകൊണ്ട് ആ കണക്ഷൻ തകർക്കാൻ ജൂതനുള്ള പണി മൊത്തെടുത്തു.
ഇപ്പൊ നമ്മുടെ നാട്ടിൽ കാണുന്ന ജാറം, ദർഗ, സലാത്ത് മജ്ലിസ്, നൂറെ ഹബീബ്, മദീന നിലാവ്, അജ്മീർ, അത് ഇത് എല്ലാം വന്നു. അല്ല, ജൂതന്റെ പണിയാ ഈ കണക്ഷൻ തകർക്കാൻ അല്ലേ? ഞാൻ വേറെ സംഭവം കൂടെ പറയട്ടെ. അധികം മക്കളിലായിട്ടല്ലേ പോവാ. ഖുർആനിലൊരു പ്രതിവിധിയുണ്ട്, ഒരു അത്ഭുതം നടന്നു. പരിശുദ്ധ ഖുർആനിലുണ്ടാ കഥ. ഇബ്രാഹിം ഖലീലുല്ലാഹി ഇബ്രാഹിം ചെയ്തു, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ, റബ്ബി ഹബ്ലി മിനസ് സാലിഹീൻ. ഏ അല്ലാഹ്, നല്ല കുഞ്ഞിനെത്താ അല്ലാഹ്, നല്ല കുഞ്ഞിനെത്താ അല്ലാഹ്. അള്ളാഹു കേട്ടു. ഒരു ദിവസം വന്നു മലക്കുകൾ പറഞ്ഞു, ഇബ്രാഹിം ഭാര്യ ഗർഭിണിയാവാൻ പോവാൻ, സാറ ഗർഭിണിയാവാൻ പോവാൻ. ഇത് കേൾക്കേണ്ട താമസം ഇബ്രാഹിം നബിന്റെ ഭാര്യ പുറത്തേക്ക് വന്നു. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ സൂറത്തു തൂർ പുറത്തേക്ക് വന്നു. ഫസക്കത്ത് വജ്ഹഹ, ബേജാറ് കൊണ്ട്, സംശയം കൊണ്ട് സാറ മുഖത്തടിച്ചു. വഖാലത്ത്, എന്നിട്ട് സാറ പറയാൻ, അജൂസുൻ അഖീം, അജൂസുൻ അഖീം. ഇബ്രാഹിം ഒരു വയസ്സൻ, അഖീം ഞാനാണെങ്കിൽ മച്ചി, ഞാൻ പ്രസവിക്കുന്ന നിങ്ങൾ ഈ പറയുന്നത്. സാറയ്ക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. മലായിക്കത്തെ വന്ന് സന്തോഷ വാർത്ത അറിയിക്കാം, പ്രസവിക്കാൻ പോവാണ്. എങ്ങനെ ഇപ്പൊ അജൂസുൻ അഖീം, ഒന്ന് വയസ്സൻ ഒന്ന് മച്ചി, എങ്ങനെ പ്രസവിക്കും? قالوا أتعجبين من أمر الله قالوا أتعجبين من أمر الله. വന്ന മലക്കുകൾ പറഞ്ഞു, അള്ളാന്റെ തീരുമാനത്തിൽ നീ അത്ഭുതപ്പെടുകയാണോ? ഒരത്ഭുതവും വേണ്ട, ഇതല്ല ഇതിന്റെ അപ്പുറത്തും അള്ളാഹു കഴിവുള്ളവനാണ്. ഇതാണ് മുവഹിദിന്റെ വിശ്വാസം, ഇതാണ് ദീനുൽ ഇസ്ലാമിന്റെ ആദർശം. ഇവിടെ മൗലമാർ എന്താ പറയാ, എന്ത് വിചാരിച്ച CM-നെ പറ്റി അങ്ങനെ ചോദിക്കുക. നമ്മളെന്ത് ചോദിക്കും, നീ എന്താ അള്ളാഹിനെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? അപ്പോഴാ മൗലമാർ ചോദിക്കുന്നത്, CM-നെ പറ്റി എന്താ വിചാരിച്ചത്? നിങ്ങൾ എന്ത് മനസ്സിലാക്കി സിറാത്ത് ഹൽക്കന്റെ പോരിശയെ പറ്റി? നിങ്ങൾ എന്താ അറിഞ്ഞു? 100 ആടിനെ അടച്ച് മട്ടൻ ബിരിയാണി വെച്ച് നമ്മൾ ഫ്രീ ആയിട്ടാ കൊടുക്കുന്നത്, നിങ്ങൾക്ക് എന്താ അറിയാം? ആ സമയത്ത് അള്ളാഹു പറയുന്നത്, അതഅജബീന മിൻ അംരില്ലാഹ്, അള്ളാന്റെ കാര്യത്തിൽ നീ അത്ഭുതപ്പെടുകയാണോ? ഒരത്ഭുതവും വേണ്ട, അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, അതെ, ഈ കണക്ഷൻ ഉമ്മത്തിന് അല്ലാഹുവുമായിട്ടുണ്ടാക്കലായിരുന്നു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജോലി. 23 കൊല്ലത്തെ ജോലി ശരിക്കും പറഞ്ഞാൽ വിജയിച്ചില്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആ പണി വിജയിച്ചില്ലേ? ആ പണിയുടെ പരീക്ഷയായിരുന്നില്ലേ ഹിജറ 2-ാം വർഷം ബദറിൽ നടന്നത്? എക്സാം ഇല്ലേ? കലിമത്തു ഷഹാദത്തിൽ കരാറ് കൊടുത്ത, ഉടമ്പടി ചെയ്ത ആ പ്രിയപ്പെട്ട അടിയാറുകളുടെ ടെസ്റ്റ് ആയിരുന്നില്ലേ ബദർ യുദ്ധം? മൗലമാർക്ക് എന്ത് ബദർ യുദ്ധം? ബദരീങ്ങൾ മറവാടപ്പെട്ട് കിടക്കുന്ന ബദറിന്റെ അടുത്ത് പോയിട്ട് പോലും അതിന്റെ പുറത്തുനിന്ന് വിളിക്കും, യാ ബദരീങ്ങളെ. അവർക്കെന്ത് ബോധം? പക്ഷെ നമുക്ക് ജനങ്ങളോട് പറയാനുള്ളത്, വഞ്ചിതരാവരുത്. നിങ്ങൾ ചതിയിൽപ്പെട്ടു പോവാണ്. നിങ്ങളുടെ ആദർശമാണ് തകരുന്നത്. പൈസ അല്ല, പത്തായമല്ല, അത് പ്രശ്നമല്ല, അത് പിന്നെ ഉണ്ടാവും. ആദർശം തകർക്കപ്പെട്ട രീതിയിലാണ് ഈ ദുനിയാവെന്ന് വിട പറയേണ്ടി വന്നതെങ്കിൽ വല്ലാഹി സുമ്മ വല്ലാഹി നരകമാണ് നിന്റെ വീട്. അല്ലാഹു അല്ലാത്ത ആരെങ്കിലും നിന്റെ വിളി കേൾക്കുന്നുണ്ട്, അല്ലാഹു അല്ലാത്ത ആരെങ്കിലും എന്റെ കാര്യം നടത്തി തരുന്നുണ്ട്, അല്ലാഹു അല്ലാത്ത ഈ മഹാന്മാരൊക്കെ എന്റെ ജീവിതത്തിൽ ഇടപെടും എന്ന് മൗലമാര് പറയുന്ന ബഡായി കേട്ടി വിശ്വസിച്ചുകൊണ്ടാണ് നീ മരിച്ചതെങ്കിൽ വല്ലാഹി നിന്റെ സ്ഥലം നരകമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1000-ഓളം വരുന്ന കുതിരപ്പട്ടാളവുമായിട്ട് മദീനത്ത് നിന്ന് മക്കത്തേക്ക് വരികയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, ഒരു ഖബറിന്റെ അടുത്തിരുന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. ഒരു ഖബറിന്റെ അടുത്തിരുന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കരയാൻ തുടങ്ങി. സഹാബാക്കൾ പറയാൻ, ഇത് കണ്ട നമ്മളും കരഞ്ഞു. കുറേ നേരം അല്ലാഹുവിന്റെ റസൂൽ കരഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു മുന്നോട്ട് വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് മല്ലദീ യുബ്കീക്, നബിയെ എന്തിനാ അങ്ങ് കരയുന്നത്? ഇതെന്തൊരു കരച്ചിലാണ്. അന്നേരം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉമർ, ഞാൻ എൻ്റെ റബ്ബിനോട്, ഇതെന്റെ ഉമ്മാന്റെ ഖബറാണ്, ഇതെന്റെ ഉമ്മ ആമിനാന്റെ ഖബറാണ്, ഞാൻ എൻ്റെ റബ്ബിനോട് എൻ്റെ ഉമ്മാന്റെ ഖബർ സിയാറത്ത് ചെയ്യാനുള്ള അനുവാദം ചോദിച്ചു. ആ പൊയ്ക്കോതു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ വന്നത്. ഇതിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എൻ്റെ ഉമ്മാക്ക്
പൊരുത്തപ്പെട്ടു കൊടുക്കാൻ, മഗ്ഫിറത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ ചോദിക്കാൻ അനുവാദം എൻ്റെ റബ്ബിനോട് ഞാൻ ആവശ്യപ്പെട്ടു. എൻ്റെ റബ്ബ് എനിക്ക് അനുവാദം തന്നില്ല. എൻ്റെ ഉമ്മാക്ക് പുറത്തു കൊടുക്കണമെന്ന് പറയാൻ എൻ്റെ റബ്ബ് എനിക്ക് അനുവാദം തന്നില്ല. എന്തുകൊണ്ടറിയോ? ഉമ്മ ശിർക്കിലായിട്ടാ മരിച്ചു പോയത്, മാപ്പില്ല. ഹദീസ് സഹീഹാണ്, അല്ലെങ്കിൽ തെളിയിച്ചതാ. ഒരു സഹാബി വന്നു, യാ റസൂലല്ലാഹ് മാ ബാലു അബി, എന്റെ ബാപ്പ സ്വർഗത്തിലോ നരകത്തിലോ എന്താ അവസ്ഥ? റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ ബാപ്പ നരകത്തിലാണ്, കാരണം ശിർക്ക് ചെയ്തു. ശിർക്ക് ചെയ്തുണ്ടെങ്കിൽ ഹിന്ദു മതത്തിലേക്ക് പോയി എന്ന് മനസ്സിലാക്കണ്ട, ക്രിസ്ത്യാനിയായി എന്ന് മനസ്സിലാക്കണ്ട, മജൂസിയായി എന്ന് മനസ്സിലാക്കണ്ട. അള്ളാഹിനെ വിശ്വസിക്കുന്ന, അള്ളാഹുവിനെ അംഗീകരിക്കുന്ന, ദൃഢമായി വിശ്വസിക്കുന്ന അവർ ദുആ ചെയ്യാൻ ഔലിയാക്കളെ കൂട്ടി. അതാ അവർ ചെയ്ത ശിർക്ക്. പങ്ക് ചേർക്കുക. എപ്പോഴാ പങ്ക് ചേർക്കല്? ഒന്നുണ്ടാവുമ്പോ അല്ലേ. ഒന്നിലേക്ക് പങ്കാക്കാന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹ് ഉണ്ട് അവരുടെ മനസ്സിൽ, അതിനോടൊപ്പം മരിച്ചവനെ പങ്ക് ചേർത്തു. അതിന്റെ പേരാ മുശ്രിക്ക്. നിന്റെ ബാപ്പ നരകത്തിലാണ്. ആ സഹാബി തലയും താറ്റി വിഷമിച്ച് പോകുമ്പം ബാക്കിന്ന് വിളിച്ചു, അബീ വ അബൂക ഫിന്നാർ, നിന്റെ ബാപ്പയും എന്റെ ബാപ്പയും നരകത്തിലാണ്. നിന്റെ ബാപ്പയും എന്റെ ബാപ്പയും നരകത്തിലാണ്. മൗലവിമാര് പറയും, ഉപ്പാനെയും ഉമ്മാനെയും അള്ളാഹു ഖബറിന്ന് എണീപ്പിച്ചിട്ട് മുസ്ലിം ആക്കിയിട്ട് പിന്നെയും ഖബറിലേക്ക് ആക്കിയതാണ്. സഹീഹായ ഹദീസ് ഉണ്ടെങ്കിൽ തെളിയിച്ചതാ. ഇമാം നവവി റഹിമഹുല്ലാഹു തആല, ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭനായ ഇമാം, അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉപ്പയും ഉമ്മയും നരകത്തിലാണ്. എന്തുകൊണ്ട്? ശിർക്കിലായി മരിച്ചതുകൊണ്ട്. ജനങ്ങളെ വിഷയം അത്ര ഗൗരവമാണ്, അത്ര വലിയ അപകടമാണ്. അതുകൊണ്ട് അല്ലാഹുവിലേക്ക് തിരിയുക, സൃഷ്ടിച്ചവനിലേക്ക് തിരിയുക, ചതിയിൽ വഞ്ചനയിൽ പെടാതിരിക്കുക. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സഹാബത്തിനെ അല്ലാഹു ടെസ്റ്റ് ചെയ്തു. കരാർ കൊടുത്തത് പൂർത്തിയായിട്ടുണ്ടോ ഇല്ലേ, ഞാനൊന്ന് നോക്കട്ടെ. ബദർ യുദ്ധത്തിന് പോയതല്ലല്ലോ, ഞാൻ ചരിത്രം പരത്തി പറയുന്നില്ല, യുദ്ധത്തിന് പോയതല്ലല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു, ആയുധങ്ങളില്ല, ഭക്ഷണമില്ല, ചെരുപ്പില്ല, പടയങ്കിയില്ല, വാളില്ല, ഉണ്ടെങ്കിൽ തന്നെ കുറച്ചാൾക്കാരെ കയ്യിലേ ഉള്ളൂ, കുടിക്കാനുമില്ല, തിന്നാനുമില്ല. ഈ സമയത്ത് ഞാൻ നോക്കട്ടെ, ഇവരാരിൽ പ്രതീക്ഷ വെച്ചിട്ടാ വരിക, ഇവരാരമ്മളെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാ യുദ്ധത്തിന് ഇറങ്ങുക, ഞാനൊന്ന് നോക്കട്ടെ. അതല്ലേ ടെസ്റ്റ്. ഇദ് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും. സഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, കൂടെ അല്ലാഹു ഉണ്ട് നബിയെ, ഒരു പേടിയും കൊണ്ട് ഇറങ്ങിക്കോ, നമ്മളും കൂടെ ഉണ്ട്. പാതിരാത്രിയിൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കൂടാരത്തിൽ ഇരുന്നിട്ട് വിളിച്ചു, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, എന്നെന്നും ജീവിച്ചിരിക്കുന്നവനെ, ഒരിക്കലും മരിക്കാത്തവനെ, എല്ലാത്തിനെയും അടക്കി ഭരിക്കുന്ന ശക്തവാനായവനെ. ഇവിടെയല്ല മുസ്ലിം ഉമ്മത്തിനെ മൗലവിമാര് പഠിപ്പിച്ചു കൊടുക്കണ്ട്, സലഫികൾ അതാ പഠിപ്പിക്കുന്നു. അപ്പൊ എവിടെയാ സലഫികൾക്ക് തെറ്റിയത്? തെറ്റിയിട്ടില്ല. സത്യം പറഞ്ഞാൽ തെറ്റി എന്ന് മൗലവിമാര് വെറുതെ വന്ന് കളവ് പറഞ്ഞിട്ട് പ്രചരിപ്പിക്കാൻ, ആൾക്കാർ മാറാതിരിക്കാൻ. മാറിയാൽ സ്വലാത്ത് ഹൽക്ക പൂട്ടി, ദിക്ർ മജ്ലിസ് പൂട്ടി, അപ്പൊ എന്തും പൂട്ടി, ഗൂഗിൾ പേയും പൂട്ടി, ഖലാസ്, പിന്നെ ഒന്നുമില്ല. പേടിയാ, അബൂലഹബിന്റെ പേടി. ആരുടെ? അബൂലഹബിന്റെ പേടി. കഅബാലയത്തിലെ പൂജാരിയല്ലേ അബൂലഹബ്? കഅബാലയത്തിലെ ഇബാദത്തുകൾക്ക് നേതൃത്വം കൊടുക്കുന്ന അവിടുത്തെ മൗലാരല്ലേ അബൂലഹബ്? തങ്ങളല്ലേ അബൂലഹബ്? റസൂലുള്ളാഹിന്റെ മൂത്താപ്പയല്ലേ അബൂലഹബ്? കഅബാലയത്തിലേക്ക് വരുന്ന ദൂരദിക്കിന്ന് വരുന്ന കച്ചവടക്കാരും മറ്റും തവാഫ് ചെയ്യാനായി ജാഹിലിയ്യ കാലത്ത് വരുമ്പോ തന്നെ അതിന്റെ മുറ്റത്ത് സ്ഥാപിച്ചിരിക്കുന്ന ജാറങ്ങളുടെ മായാവി കഥകൾ പറഞ്ഞ് ആളുകളെ ആകർഷിപ്പിക്കലല്ലേ അബൂലഹബിന്റെ ജോലി? ആ പാവങ്ങൾ അത് കേട്ട് തെറ്റിദ്ധരിക്കും. അവര് ജാറത്തിന്റെ മുന്നിൽ ചെന്ന് ഒട്ടകങ്ങള് സ്വർണ്ണ നാണയങ്ങളും അവിടെ നേർച്ചയാക്കി ദുആ ചെയ്തിട്ട് പോവും. അബൂലഹബ് മനസ്സ് പറയും, പൊട്ടന്മാര്, കഴുതകള്, കുതിരകള്, എരുമകള്, ഞാനെന്തോ കഥ പറഞ്ഞു, ഞാനെന്തോ ബടായി പറഞ്ഞു. ഈ സാധനങ്ങളാണെങ്കിൽ അത് വിശ്വസിച്ചിട്ട് ഒട്ടകങ്ങളും സ്വർണ്ണ നാണയങ്ങളും ഏതോ കല്ലിന്റെ മുന്നിൽ വെച്ചവര് പോയിരിക്കുന്നു. നിങ്ങൾക്ക് സലാം എന്നും പറഞ്ഞ അബൂലഹബ് ആ നേർച്ച വസ്തുക്കൾ സ്വന്തം പത്തായത്തിലേക്ക് അടിച്ചു മാറ്റലായി. അബൂലഹബ് അങ്ങനെ ജനങ്ങളുടെ സ്വത്ത് കട്ട് വലിയ പണക്കാരനായി.
മക്കത്തെ വലിയ സമ്പന്നനായി അങ്ങനെ സുഖിച്ച് ജീവിക്കുന്നവരുണ്ട്. ഒരു പ്രവാചകൻ ഉദയം ചെയ്യുന്നു, അനിയന്റെ മോൻ. ആ മകൻ ഇതാ വിളിച്ചു പറയുന്നു, അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. ഏ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയൂ, നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ വിചാരിക്കും പോലെ മരിച്ചുപോയി മൺമറഞ്ഞു പോയ മഹത്തുക്കൾ നിങ്ങളെ സഹായിക്കൂല. അവർ നിങ്ങളെ കാണൂല, കേൾക്കൂല, ഉപകാരം ചെയ്യൂല, ഉപദ്രവം ഉണ്ടാക്കൂല, അവര് ഫലമേൽപ്പിക്കാൻ കൊള്ളൂല. ഏതൊരുത്തനെയാണോ നിങ്ങൾ റബ്ബായി അംഗീകരിക്കുന്നത് അവനെ മാത്രം നിങ്ങൾ ഇലാഹായി കാണുക, അവന് മാത്രം നിങ്ങൾ ഇബാദത്ത് ചെയ്യുക, അവനോട് മാത്രം നിങ്ങൾ ദുആ ചെയ്യുക. ഖുറൈശികൾ അന്തം വിട്ടു, അവരാകെ അന്താളിച്ചു. ആദ്യമായിട്ടാണ് ഇവരിത് കേൾക്കുന്നത്. പിതാമഹന്മാര് പറയാത്തൊരു വാദം, ഇതുവരെ കേട്ട് പരിചയമില്ലാത്തൊരു വാക്ക്. കാരണവന്മാരൊന്നും അങ്ങനെയല്ല പറഞ്ഞു തന്നത്. അവർ ജാറത്തെ പറ്റിയാ പ്രസംഗിച്ചത്, അവർ നമ്മളെ ജാറത്തിലേക്കാ കൊണ്ടുപോയത്. ഇതെന്താണ് ഈ മുഹമ്മദ് പുതിയ വർത്തമാനം പറയുന്നത്? അബൂലഹബിന് ഹാലിളകി. ജനങ്ങളെങ്ങാനും ഇത് മനസ്സിലാക്കിയാൽ, ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ സത്ത ഉൾക്കൊണ്ടാൽ അവർ ഏകനായ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് മടങ്ങിപ്പോകും. അപ്പൊ പിന്നെ എന്റെ പത്തായത്തിലേക്ക് സ്വർണ്ണ നാണയം വരൂല, ഒട്ടകങ്ങൾ വരൂല, ഞാൻ ദാരിദ്ര്യത്തിന്റെ പിച്ചപ്പാളയെടുത്ത് നടക്കേണ്ടി വരും. അത് പേടിച്ച് അബൂലഹബ് ഓടിച്ചെന്നു. ഉറക്കെ വിളിച്ചു പറഞ്ഞു, തബ്ബല്ലക യാ മുഹമ്മദ്, മുഹമ്മദേ നശിച്ചു പോവട്ടെ നീ. അലിഹാദാ ജമാഅതന, ഇത് പറയാനാണോ നമ്മൾ വിളിച്ചു കൂട്ടിയത്? ഫറഖ്ത ജമാഅതന, നീ പുതിയ വാദം കൊണ്ടുവന്ന് നാട്ടിലെ ഐക്യം തകർത്തല്ലോ മുഹമ്മദേ, നാട്ടിൽ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയല്ലോ മുഹമ്മദേ. ഭാര്യനെയും ഭർത്താവിനെയും അകറ്റി, മാതാപിതാക്കളെയും മക്കളെയും അകറ്റി, കുടുംബം ശിഥിലമാക്കി. നീ എന്തിനാ മുഹമ്മദേ പുതിയ വാദം കൊണ്ടുവരുന്നത്? നമുക്ക് പഴയതുപോലെ പിതാമഹത്തുക്കൾ പറഞ്ഞ ആദർശം പോരെ. ഇത് പറഞ്ഞ അബൂലഹബിന് ദേഷ്യം വന്നത്, ഇതെങ്ങാനും ഇവര് കേട്ട് കഴിഞ്ഞാൽ അബൂലഹബിന്റെ പത്തായം പൂട്ടുമെന്ന പേടിയിലാണ്. ആ പേടിയാണ് ഇന്നത്തെ അബൂലഹബിന്റെയും പേടി. അതുകൊണ്ട് അതേപോലെ പറയുന്നത്, നാട്ടിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കുന്ന വെറുതെ, ഇവിടെ സ്വസ്ഥമായിട്ട് മുസ്ലിമീങ്ങൾ ജീവിച്ചല്ലേ. എത്ര റാഹത്തായിട്ട് സലാത്ത് ഹൽക്ക കഴിഞ്ഞു പോയത്, എത്ര റാഹത്തായിട്ട് ദിക്ർ ഹൽക്ക പോയത്. കുറെ ആൾക്കാർ വന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്താ ഈ പറയുന്നത്? എന്താ ഇതിന്റെ അർത്ഥം? ഒന്നും അറിയില്ല. ഇത്ര വലുതുണ്ടാവും തസ്ബീഹ് മാല, 1000 കല്ലുള്ളത്, അതിന്റെ ഒറ്റ അപ്പുറത്തുണ്ടാവും ഇവിടെ നിന്ന് ഉസ്താദ്. എത്ര റാഹത്തായിട്ട് എല്ലാവരും വരുന്നു. ആട് വരുന്നു, നാടൻ കോഴി വരുന്നു, പൂവൻകോഴി വരുന്നു, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എരുമ വരുന്നു. അങ്ങനെ അറുക്കുന്നു, ബിരിയാണി വയ്ക്കുന്നു, ഗൂഗിൾ പേയിൽ ക്ലിക്ക് 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 വന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ പത്തായം നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴുണ്ട് ഒരുത്തം വന്നിട്ട് പറയുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. നാട്ടിൽ വന്നിലാകെ കുഴപ്പമാക്കി. ഇപ്പൊ സലാത്ത് ഹൽക്കയിലും ആളില്ല, ദിക്ർ ഹൽക്കയിലും ആളില്ല, പത്തായം നിറയുന്നില്ല, ബാങ്ക് അക്കൗണ്ടാണെങ്കിൽ കാലിയായി പോയിക്കൊണ്ടിരിക്കുന്നു. ഇതല്ലേ പേടി? വേറെന്ത് പറ? വേറെന്ത് പറ? വേറെ സലാത്ത് ഹൽക്കക്ക് ഇസ്ലാമിൽ അസുലുണ്ടെങ്കിൽ പറ. ജനങ്ങളെ പറ്റിക്കാമെന്നല്ലാതെ വേറെ എന്തെങ്കിലും. അൽ ഖുറൂനുൽ മുഫദ്ദല, നമ്മളെക്കാളും 100 മടങ്ങ് ശക്തിയിൽ അള്ളാന്റെ ഹബീബിനെ സ്നേഹിച്ചവർ ആരായി പരിപാടി ചെയ്തത്? അതെ, അബൂലഹബ് പേടിച്ച പേടിയത് നമുക്ക് പേടിക്കാനില്ല. നമുക്ക് അള്ളാഹു ഇഖ്ലാസിനെ നസീബാക്കി തരട്ടെ. റൂഹ് തൊണ്ടക്കുഴിയിൽ പോകുന്നവരെ ലാ ഇലാഹ ഇല്ലല്ലാഹനെ മുറുകെ പിടിക്കാൻ, മുഹമ്മദ് മുസ്തഫാനെ ജീവിതത്തിൽ അണിയിക്കാൻ അള്ളാഹു തൗഫീഖ് നസീബാക്കി തരട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, സഹാബാക്കൾ ബദൽ വിളിച്ചില്ല അള്ളാനെ, ടെസ്റ്റിന് പാസ്സായി. ബദരീങ്ങൾ ടെസ്റ്റ്, ഏത് ടെസ്റ്റില്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ലാഹ് കൊടുത്ത കരാറ് പാസ്സായി. പിന്നെ അവർക്ക് മരിക്കുന്നവരെ അള്ളയല്ലാത്തൊന്നിലേക്കും തിരിഞ്ഞില്ല. എത്ര ആകെ മക്കത്തും മദീനത്തും എത്ര സഹാബാക്കളുടെ ഖബറുണ്ടാവും? 10,000-ഓളം ഖബറുകൾ. ബാക്കി ലോകത്തിന്റെ 4 ഭാഗത്ത്, മുക്കിലും മൂലയിലും മലയിലും മലഞ്ചെരുവിൽ കാട്ടില് അതേപോലെ ദ്വീപുകളിൽ എവിടെയല്ലോ ആയി. ഇത്ര നല്ല പുണ്യപ്രവാചകന്റെ ഖബർ മദീനത്ത് വെച്ചിട്ട് അവർ മലമുകളിലേക്ക് പോയിരിക്കുക. എന്തുകൊണ്ട്? ഇസ്ലാം ആ ഖബറല്ല പഠിപ്പിച്ചെന്നത്. ഇസ്ലാം പഠിപ്പിച്ചെന്നത് ഇത്തഖില്ലാഹ ഹൈസുമാ കുന്ത്. എവിടെയാണെങ്കിലും അള്ളാഹിനെ സൂക്ഷിക്കാൻ, എവിടെയാണെങ്കിലും അള്ളാഹിനെ വിളിക്കാൻ, എവിടെയാണെങ്കിലും അള്ളാഹുവിന് കൊടുത്ത കരാറ് പൂർത്തിയാക്കാൻ. അതാണ് ഇസ്ലാം പഠിപ്പിച്ചത്. എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ ആത്മീയത വെച്ചിട്ടാണ് ഈ കളി. ഏറ്റവും നല്ല ബിസിനസ് ആത്മീയതയാണ്. ഒന്നും വേണ്ട,
നല്ലൊരു താടി വേണം, നല്ലൊരു നിസ്കാരത്തഴമ്പ്, നല്ല സ്റ്റൈലായിട്ട് തലയെക്കെട്ട് കെട്ടണം, പിന്നെ ഒരു നടത്തമെല്ലാം പഠിക്കാനുണ്ട്, വെറുതെ ഒന്നാവില്ല. അതിൻ്റെ ഒരു നടത്തമുണ്ട്, ഉമരിയ എന്നെല്ലാം പറയും പോലെ, ഉമർ അബ്ദുൽ അസീസിന്റെ നടത്തമുണ്ടല്ലോ, അങ്ങനത്തെ ഒരു നടത്തമെല്ലാം ഉണ്ട് തങ്ങന്മാർ. അതെല്ലാം പഠിച്ച് ഒരു ഇരിപ്പെല്ലാം ഉണ്ട്. ആ ആക്ടിംഗ് ആണ്, അല്ലാണ്ട് ഈലി വലുതായിട്ടൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. അങ്ങനെ വ്യക്തികൾക്കൊരു പ്രത്യേകതയുമില്ല, ഒരു പൂജയുമില്ല, വെറുതെ കാണിക്കുക. ആൾക്കാർ തൊട്ടിട്ട് മുത്തുന്നെല്ലാം കണ്ടാൽ തോന്നി ഇവനിങ്ങനെ പൊട്ടിയിട്ട് സ്വർഗത്തിൽ നിന്ന് താഴോട്ട് വന്നതാണോ? നോ, അങ്ങനത്തെ പരിപാടിയേ ഇല്ല ഇസ്ലാമില്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നടന്നു വന്നപ്പോൾ സഹാബാക്കൾ എഴുന്നേറ്റ് നിന്നു. കേൾക്കണേ, ഉമ്മത്ത് കേൾക്കണം. അല്ലാഹുവിന്റെ റസൂൽ നടന്നു വന്നപ്പോൾ സഹാബാക്കൾ എഴുന്നേറ്റു. റസൂലുള്ളാഹി തങ്ങളുടെ മുഖം മാറി. ഞാൻ കിസ്റയോ കൈസറിനെയോ പോലത്തെ രാജാവല്ല, എഴുന്നേറ്റ് തന്നെ ബഹുമാനിക്കാൻ ഇരിക്കൻ. ഞാൻ നിങ്ങളെപ്പോലത്തെ ഒരു മനുഷ്യൻ, അബ്ദുല്ലാഹി വ റസൂലു, ഒരടിമയാണ് ഞാൻ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മുടെ നേതാവ്. എന്നിട്ട് എന്താ പറഞ്ഞറിയോ? ആരെങ്കിലും എഴുന്നേറ്റ് നിന്ന് എന്നെ ബഹുമാനിക്കണമെന്ന് കൊതിച്ചാൽ അവൻ നരകത്തിന്റെ സീറ്റ് ഉറപ്പിച്ചു കൊള്ളട്ടെ. നമ്മുടെ നേതാവ് ആരംഭപ്പൂവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഭിനയമില്ല, ജാടയില്ല, എന്തെങ്കിലും കാണിക്കലില്ല. പറയേണ്ട വഹീ ജിബ്രീൽ പറഞ്ഞു കൊടുക്കും, കൃത്യമായിട്ട് ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കുക. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, റസൂൽ പഠിപ്പിച്ചോ എടുത്തോളിൻ. വമാ നഹാകും അൻഹു ഫൻതഹു, റസൂലുള്ളാഹി വേണ്ടാന്ന് പറഞ്ഞോ വിട്ടേക്കിൻ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ആത്മീയത നല്ല ബിസിനസ്സാണ്, ഇഷ്ടംപോലെ. ഈ കൊറോണയെല്ലാം വന്നപ്പം ആ ബിസിനസ്സാ പച്ചപിടിച്ച്. എത്രത്തോളം പച്ചപിടിച്ചെന്നറിയോ? മന്ദബുദ്ധികളായ പെണ്ണുങ്ങൾ TV ഓണാക്കിയിട്ട് നൂറെ മദീന നിലാവിന്റെ ഉസ്താദ് മലപ്പുറത്ത് നിന്നെങ്ങാനും ഫു 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 നാക്കുന്നുണ്ട് TV-യിൽ. പെണ്ണുങ്ങൾ ഈൻ്റെ താഴെ മംഗലാപുരത്ത് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. മലപ്പുറത്ത് നിന്ന് ഓതുന്ന ഉസ്താദിന്റെ ഊത്ത് TV-യിലൂടെ വന്ന്, സാറ്റലൈറ്റ് വഴി TV-യിൽ വന്ന് അത് വെള്ളത്തിൽ വീഴുമെന്ന് വിശ്വസിക്കാൻ മാത്രം മന്ദബുദ്ധികളാക്കി ഉമ്മത്തിനെ മാറ്റി എന്നതാണ് പൗരോഹിത്യത്തിന്റെ വിജയം. തിരിഞ്ഞോ? അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നസീബാക്കി തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇത്രേ പറയാനുള്ളൂ. ദീനുൽ ഇസ്ലാം കൃത്യമാണ്. അള്ളാഹ് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്, അതെങ്ങനെയാണോ സലഫുകൾ മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിച്ചത്, അങ്ങനെ ജീവിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് മടങ്ങുക, ശിർക്കിൽ നിന്ന് രക്ഷപ്പെടുക. എന്തുകൊണ്ടറിയോ? ഒരറ്റായത്ത് അള്ളാഹു പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ പങ്കുചേർത്താൽ ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗ്ഗം അവന് ഹറാമാണ്. വമഅവാഹുൻ നാർ, അവന്റെ അഭയസ്ഥാനം നരകമാണ്, രക്ഷ കിട്ടൂല. അവന്റെ നിസ്കാരം, അവന്റെ നോമ്പ്, അവന്റെ സദഖ, ദാനധർമ്മങ്ങൾ, അവന്റെ ഹജ്ജ്, അവന്റെ ഉംറ, ഫജഅൽനാഹു ഹബാഅൻ മൻസൂറ, വിതറപ്പെട്ട പൊടികളെ പോലെ അള്ളാഹു പറത്തിക്കളയും. അതുകൊണ്ട് ആദർശവാദികളാവിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിക്കാൻ ശ്രമിക്കൻ. ഖുർആനിലൂടെ, സുന്നത്തിലൂടെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്താന്ന് പഠിക്കൻ. അള്ളാഹിന്റെ ഹബീബ് റസൂലുള്ളാഹി തങ്ങളോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതെല്ലാം ആവർത്തിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. എപ്പോഴെങ്കിലും റബീഉൽ അവ്വൽ മാസം വരുമ്പോൾ പാട്ട് പാടുന്നൊന്നും അല്ല ഹുബ്. ഭയങ്കരമായ ജാഥ, കൊടി, അത് ഇത്, അതിലൊന്നും ഒരു കാര്യമില്ല. അതൊന്നും ദീനുൽ ഇസ്ലാമിന് പരിചയമില്ല. എന്തെങ്കിലും ഒരു പിടിവള്ളി താരീഖിലുണ്ടെങ്കിൽ ആ പരിപാടിക്ക് ഫസ്റ്റ് ആരുണ്ടാവുന്നറിയോ? താടി നീട്ടി വളർത്തിയ, ബിരിയാണിക്ക് മുകളിൽ മുണ്ടും കന്തൂറയും പാൻസും ധരിക്കുന്ന ഈ നാട്ടിലെ സലഫികൾ ഒന്നാമത്തെ ബെഞ്ചിലുണ്ടാവും. ചരിത്രത്തിൽ ആ ഉത്തമ നൂറ്റാണ്ടിൽ ഒരു വരി കിട്ടിയാൽ മതി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മൗലിദ് ആഘോഷിച്ചതിന്റെ, നബിദിനം ആഘോഷിച്ചതിന്റെ, ഹബ്ബ് പ്രകടിപ്പിച്ചതിന്റെ ഒരു വരി കിട്ടിയാൽ മതി. നാട്ടിലെ സലഫികൾ ഫസ്റ്റ് ബെഞ്ചിലുണ്ടാവും. സലഫികൾക്കെതിരെയുള്ള ആരോപണം അതാണ്. സ്നേഹമില്ല, റസൂലുള്ളാഹിയോട് മുഹബ്ബത്തില്ല, അതുകൊണ്ട് മൗലൂദ് കഴിക്കുന്നില്ല. അതുകൊണ്ട് യാ സയ്യിദസ് സാദാത്തി ജിഅ്തുക ഖാസിദാ അർജു ഹിമാക ഫലാ തുഖയ്യിബ് മഖ്സദി. ഇത് സലഫികൾ പറയുന്നില്ല, പരാതി. നമുക്ക് ഇതിലുള്ള പരാതി എന്താ അറിയോ? അല്ലാഹുവേ, ഈ ഉമ്മത്ത് ഖുർആൻ പഠിക്കുന്നില്ലല്ലോ, ഈ ഉമ്മത്ത് ഹദീസ് മനസ്സിലാക്കുന്നില്ലല്ലോ, ഈ ഉമ്മത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊള്ളുന്നില്ലല്ലോ എന്ന ഹക്കായ പരാതിയും വിഷമം നമുക്ക്. ആ സമയത്ത് മൗലമാർക്ക് എന്താ വിഷമം എന്നറിയോ? ഇവർ യാ സയ്യിദ സാദാത്തി പാടുന്നില്ല, അയാസലമൽ ഈദി പാടുന്നില്ല, സ്വലാത്തും തസ്ലീമും ജവാബ് പാടുന്നില്ല, ചക്കരച്ചോറ് വെക്കുന്നില്ല,
നെയ്ച്ചോറ് മറിച്ച് നേർച്ചയാക്കുന്നില്ല, ഇത് അവരുടെ പരാതി, നമുക്ക് വേണ്ട. അള്ളാഹു ഉണ്ട്, ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ മത്ബൂഅ ബിഹഖിൻ ഇല്ലാ മുഹമ്മദുൻ റസൂലുള്ളാഹ്. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ അർത്ഥം. ലാ മത്ബൂഅ ബിഹഖിൻ, യഥാർത്ഥത്തിൽ പിൻപറ്റപ്പെടേണ്ടവനായി ഇല്ല മുഹമ്മദുൻ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ റസൂലായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലാതെ. എ ടു സെഡ് ആരെ പോലെ മുഹമ്മദുർ റസൂലുള്ളാഹ്. പ്രിയപ്പെട്ട സലഫി സുഹൃത്തുക്കളെ, മുവഹിദുകളെ, താടിയിൽ, വസ്ത്രത്തിൽ, വേഷവിധാനത്തിൽ, നമ്മുടെ ഭാര്യമാരുടെ, നമ്മുടെ പെമ്മക്കളുടെ, നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ പെങ്ങന്മാരുടെ വേഷം, സംസ്കാരം, വർത്തമാനം, സ്വഭാവം, കച്ചവടം, ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ മുഴുവനും മുഹമ്മദ് മുസ്തഫാനെ പോലെയാവാൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവസാനിപ്പിക്കാൻ ഇതെല്ലാം എന്തിനാ പറയുന്നറിയോ? ഈ പറയുന്ന എനിക്കും നിങ്ങൾക്കും ഒരു ദിവസം വരാനുണ്ട് അള്ളാഹുവിൻ്റെ കോടതിയിലേക്ക് പോവാൻ. അള്ളാഹു പറഞ്ഞതാണ്, കൈഫ തക്ഫുറൂന ബില്ലാഹി വകുൻതും അംവാതൻ ഫഅഹ്യാകും സുമ്മ യുമീതുകും സുമ്മ യുഹ്യീകും സുമ്മ ഇലൈഹി തുർജഊൻ. നിങ്ങൾ എങ്ങനെയാ കുഫർ ചെയ്യുക? നിങ്ങൾ എങ്ങനെയാ അള്ളാഹുവിനെ മാറ്റിവെക്കുക? നിങ്ങൾ എങ്ങനെയാ നിഷേധികളായി ജീവിക്കുക? നിങ്ങളൊന്നും അല്ലായിരുന്നല്ലോ. വകുൻതും അംവാതൻ, നിങ്ങൾ ഉണ്ടായിട്ടേ ഇല്ല. ഫഅഹ്യാകും, അവൻ നിങ്ങളെ ജീവിപ്പിച്ചു. സുമ്മ യുമീതുകും, ഒരവധി വരുമ്പോൾ അവൻ നിങ്ങളെ മരിപ്പിക്കും. സുമ്മ യുഹ്യീകും, എന്നിട്ട് പിന്നെയും നിങ്ങളെ ജീവിപ്പിക്കും. സുമ്മ ഇലൈഹി തുർജഊൻ, എന്നിട്ട് അവന്റെ കോടതിയിലേക്ക് നിങ്ങൾ മടക്കപ്പെടും. വത്തഖൂ യൗമൻ, ഞാൻ എൻ്റെ നഫ്സിനോട് പറയുന്നു, SKSMന്റെ നേതാക്കന്മാരോട് പറയുന്നു, ഈ പ്രിയപ്പെട്ട മുവഹിദുകളായ പ്രവർത്തകരോടും പ്രബോധകരോടും ഈ നാട്ടിൽ നിന്റെ ശബ്ദം കേൾക്കുന്ന സർവ്വ മനുഷ്യരോടും, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ സൂക്ഷിച്ചോളിൻ, തുർജഊന ഫീഹി ഇലല്ലാഹ്, ആ ദിവസം നിങ്ങൾ അള്ളാഹുവിലേക്ക് മടക്കപ്പെടും. അന്ന് കൂടെ ആരുണ്ടാവില്ല. അന്ന് കൂടെ ഉപ്പയില്ല, ഉമ്മയില്ല, ബന്ധുക്കളില്ല, ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, നാട്ടിൽ ആരുമില്ല, പറഞ്ഞവരില്ല, പ്രചരിപ്പിച്ചവരില്ല, കൂടി തന്നവരില്ല, ഒരാളുമില്ല. സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, ഓരോരുത്തരും എന്താണോ ചെയ്തത് അതിന് കൃത്യമായ പ്രതിഫലം നൽകപ്പെടും. വഹും ലാ യുദ്ലമൂൻ, ആരും ആക്രമിക്കപ്പെടൂല. ചെയ്യാത്തത് ആരുമേലും അടിച്ചേൽപ്പിക്കൂല. ചെയ്തതിന് ഖൈറാണെങ്കിൽ ഖൈർ, ഷർറാണെങ്കിൽ ഷർറ്. ചിന്തിച്ചോളിൻ, സ്വന്തത്തെപ്പറ്റി ആലോചിച്ചോളിൻ. അള്ളാഹു ചിന്തിക്കാനും മനസ്സിലാക്കാനും മാറാനും തൗഫീഖ് നസീബാക്കി തരട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് മുറുകെ പിടിച്ച് മുഹമ്മദുർ റസൂലുള്ളാഹി കാണിച്ച ആ പരിശുദ്ധ വഴിയിലൂടെ സഞ്ചരിച്ച് ആഖിറത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്ന നല്ലവരിൽപ്പെടുത്തി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ഈ പറഞ്ഞതും കേട്ടതും നമുക്കും ഈ നാട്ടിലുള്ളവർക്കും ഇത് കേട്ടവർക്കും ഉപകാരമുള്ളതാക്കി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. തൗഹീദുള്ളവരായി ജീവിക്കാൻ, സുന്നത്തിനെ ഇഷ്ടപ്പെട്ട് പ്രവർത്തുന്നവരായി ജീവിക്കാൻ അള്ളാഹു നല്ല തൗഫീഖ് നസീബാക്കി തരട്ടെ. ഹാദാ വല്ലാഹു അഅലം. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അലീമ ലീ വലക്കും വലിജമീഇൽ മുഅ്മിനീന ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.